നമ്മള് കുദാശകള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇനി 2 കുദാശയും കൂടെ മാത്രമേ നമുക്കിനി പഠിക്കാനായിട്ടുള്ളൂ. പൗരോഹിത്യവും വിവാഹവും ഇത് രണ്ടും കൂടെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കുദാശകളും നമ്മള് ഇതിനോടിടയ്ക്ക് പഠിക്കുവാൻ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിച്ചു. നമ്മൾ തീർച്ചയായിട്ടും തമ്പുരാന് നന്ദി പറയാം, നന്ദിയോടുകൂടെ സ്വീകരിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാനയുടെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒത്തിരി പേരെന്നെ വിളിച്ചിട്ട് വീണ്ടും പരിശുദ്ധാనికి കൂടുതലായിട്ട് പോകാൻ താല്പര്യം ഉണ്ടായി എന്നും കൂടുതലായിട്ട് അനുഭവവേദ്യമായെന്നും ഒക്കെ പറഞ്ഞു. ഒത്തിരി നന്ദി, ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി. നമ്മള് ഇന്ന് പൗരോഹിത്യത്തെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, പൗരോഹിത്യം എന്ന് പറയുന്നത് കർത്താവ് അല്ലെങ്കിൽ സ്വർഗം ഒത്തിരിയേറെ വിലയോടെ നോക്കുന്ന ഒന്നാണ്. അതിന്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വേറൊന്നുമല്ല, പരിശുദ്ധ കുർബാന തന്നെയാണ്. പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ബലി അർപ്പിക്കാനായിട്ടാണ് ആദ്യം മുതലേ കർത്താവ് പുരോഹിതരെ തെരഞ്ഞെടുത്തത്. ഒരു പുരോഹിതൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, ബലി അർപ്പിക്കാനായിട്ടാണ്. ബലി അർപ്പിക്കും, ബാക്കിയെല്ലാം അതിനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. പുരോഹിതൻ ചെയ്യുന്ന ബാക്കി എല്ലാ ശുശ്രൂഷകളും ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം മാത്രമാണ്. അപ്പൊ കർത്താവ് പുരോഹിതനെ തെരഞ്ഞെടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ വേറെ ഒരു കാര്യമില്ല, ആദ്യം മുതലേ പഴയ നിയമം മുതലേ ബലി അർപ്പിക്കാൻ എന്നുള്ളതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് വളരെ കോൺക്രീറ്റ് ആയിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ബാക്കി കുദാശകൾ പോലും നമ്മൾ കുദാശകളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ബാക്കി എല്ലാ കുദാശകളും വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം മാത്രമാണ്. അപ്പോൾ ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില എന്ന് പറയുന്നത് അവന്റെ കയ്യിൽ ഈശോയെ എടുക്കുന്നു എന്നുള്ളതാണ്. അവന്റെ കയ്യിൽ ഈശോയെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോ പഴയ നിയമം മുതൽ നമ്മൾ കാണുമ്പോൾ പുരോഹിതന്റെ വില സ്വർഗം കൊടുക്കുന്ന ഒരു വലിയ വിലയുണ്ട്. എന്ന് പറഞ്ഞാൽ മാലാഹമാർ പോലും ഭയന്ന് വിറച്ച് മാറി നിൽക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ യോഗ്യത കൊടുത്തവനാണ്. അവന്റെ യോഗ്യത നോക്കിയിട്ടല്ല, ദൈവം യോഗ്യത ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളവനാണ് പുരോഹിതൻ. നമുക്കറിയാം, പഴയ നിയമത്തിലെ കാര്യത്തില് അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവാലയം പണിതതിന് ശേഷം, അതിന് മുമ്പിലത്തെ കാര്യം നമുക്കറിയാം, ബലി അർപ്പിക്കാനായിട്ട് പുരോഹിതന് മാത്രമേ അങ്ങോട്ടേക്ക് കയറാൻ അവകാശമുള്ളൂ. നമ്മൾ ബലിയർപ്പണം നമ്മുടെ ദൈവാലയം സ്ഥാപിച്ചതിന് ശേഷമുള്ള കാര്യം നമുക്കറിയാം. അതിവിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതൻ പോകുന്നത് പോലും അത് നറുക്കിട്ടെടുത്ത് ദൈവം തീരുമാനിക്കുന്ന ഒരു പുരോഹിതൻ, ആ പുരോഹിതന് മാത്രമേ കയറാൻ പറ്റുള്ളൂ അൽത്താരയിലേക്ക്. ആ അൽത്താര വിരിയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടേക്ക് കയറുമ്പോൾ ഞാനിങ്ങനെ കേട്ടിരിക്കുന്ന കാര്യം ഇതാണ്, അവിടേക്ക് കയറുമ്പോൾ പുരോഹിതന്റെ കാലിൽ ഒരു കയറ് കെട്ടിയിട്ടാണ് കയറ്റി വിടുക. കയറ് കെട്ടിയിട്ട് കയറ്റി വിടും. എന്തിനാണെന്നറിയാമോ? പുരോഹിതൻ അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും അവിടെ കയറാൻ പറ്റില്ല. അതിവിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും കയറാൻ പറ്റില്ല. അപ്പൊ ആ സ്ഥലത്തേക്ക് കയറാതെ ആളെ തിരിച്ചെടുക്കാനായിട്ടാണ് ഈ കയറ് കെട്ടിയിട്ടാണ് കയറ്റി വിടുക എന്ന് പറയും. അപ്പൊ അത്രയും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കർത്താവ് യോഗ്യത കൊടുത്തവനാണ് പുരോഹിതൻ. അപ്പോ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുരോഹിതനെ കർത്താവ് എന്തിനാണ് തെരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ കൂടെ ആയിരുന്ന് കർത്താവിന്റെ വചനം പറഞ്ഞൊരുക്കി ബലി അർപ്പിക്കാനായിട്ടാണ്. അതുകൊണ്ടാണ് സ്ലീഹന്മാരെ കർത്താവ് പൗരോഹിത്യം സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത്. കർത്താവ് സ്ലീഹന്മാരെ തെരഞ്ഞെടുത്ത സമയത്തെ കർത്താവ് അവരെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തന്നോട് കൂടെ ആയിരിക്കാനും, വചനം പ്രസംഗിക്കാൻ അയക്കാനും, പിശാചുകളെ പുറത്താക്കാനും. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. എന്നിട്ട് അവരെ പുരോഹിതരായിട്ട് അഭിഷേകം ചെയ്യുന്ന സമയത്ത് കർത്താവ് പറയുന്ന കൽപ്പന ഇതാണ്: നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് തൻ്റെ ജീവിതം അവരെ ഏൽപ്പിക്കുകയാണ്. ആ ജീവിതം മുഴുവൻ എവിടെ ചെന്നാലും എല്ലാവരെയും കൂട്ടി അനുസ്മരിക്കാൻ, അവിടെ പരിശുദ്ധ കുർബാനയാക്കി തീർക്കുവാനായിട്ടാണ് പുരോഹിതനെ കർത്താവ് തിരഞ്ഞെടുത്തത്. പുതിയ നിയമത്തിലെ പുരോഹിതനെ കർത്താവ് തിരഞ്ഞെടുത്തു. അപ്പൊ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് ബലിയർപ്പണമാണ്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പുരോഹിതന് മാത്രം ചെയ്യാവുന്ന പ്രവൃത്തിയാണ് അത്. നമുക്കറിയാലോ, പഴയ നിയമത്തില് ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അതായത് പഴയ നിയമത്തിലെ സാവൂൾ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം തനിക്ക് പകരക്കാരനായി തെരഞ്ഞെടുത്ത ഒരാളാണ്. ദൈവമാണ് അതുവരെ ഇസ്രായേലിന്റെ രാജാവ്. ഇസ്രായേൽക്കാര് മുറവിളി കൂട്ടും, ഞങ്ങൾക്ക് രാജാവിനെ വേണം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുമ്പോൾ ദൈവം തനിക്ക് പകരക്കാരനായി തെരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരുവനാണ് സാവൂൾ. പക്ഷെ ഈ സാവൂളിനെ കർത്താവ് തള്ളിക്കളയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അതിന് രംഗം എന്താണെന്ന് നമുക്കറിയാം. അതായത് ഈ ഫിലിസ്ത്യ സൈന്യം ഇങ്ങനെ യുദ്ധത്തിന് വരികയാണ്. യുദ്ധത്തിന് വരുന്ന സമയത്ത് സാവൂള് രാജാവാണ്. പക്ഷെ ബലി അർപ്പിക്കാൻ യോഗ്യതയുള്ളത് പുരോഹിതനും പ്രവാചകനുമായ സാമുവേലാണ്. അപ്പൊ സാമുവേലിന്റെ അടുത്തോട്ട് ആളയക്കും ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ബലി അർപ്പിച്ചിട്ട് വേണം പോവാൻ. അപ്പോ സാമുവേലിന്റെ അടുത്തോട്ട് ആളയക്കുമ്പോൾ സാമുവേല് പറയും 7 ദിവസത്തിന് ശേഷം ഞാൻ വരാമെന്ന് പറയും. അപ്പൊ 7 ദിവസം വരെയും കാത്തിരിക്കും ഈ സാവൂൾ. എന്ന് പറഞ്ഞാൽ സാവൂളിന് ബലി അർപ്പിക്കാൻ പറ്റില്ല. സാമുവേല് പറഞ്ഞ പുരോഹിതന് മാത്രമേ ബലി അർപ്പിക്കാൻ അവകാശമുള്ളൂ.
അപ്പൊ സാമൂഹ്യ വരണം. അപ്പൊ സാമൂഹ്യ 7-ാം ദിവസമായിട്ടും വരുന്നില്ല എന്ന് കാണുന്നു. ഫിലിസ്ത്യ സൈന്യം അടുത്ത് വരുന്നു. ഇസ്രായേൽ ജനം എല്ലാം ഭയപ്പെട്ട് വിറച്ച് ഓരോരുത്തർ ഓരോ മാളങ്ങളിലേക്ക് ഓടി ഒളിക്കാൻ പോകുന്നു. അപ്പൊ ഭയപ്പെട്ടിട്ട് ഈ സാവൂള് ചെയ്യുന്ന പ്രവർത്തനം എന്ന് വെച്ചാൽ സാവൂള് പറയാണ്, ഞാനും അഭിഷിക്തനാണ്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ ബലി അർപ്പിക്കാം എന്ന് പറഞ്ഞ് സാവൂള് കയറി ബലി അർപ്പിക്കും. എന്ന് പറഞ്ഞാൽ പുരോഹിതൻ അർപ്പിക്കേണ്ടത് രാജാവ് കയറി അർപ്പിക്കുമ്പോ ആ ഒറ്റ കാരണം കൊണ്ട് കർത്താവ് അവനെ തള്ളിക്കളയാണ്, എന്നേക്കുമായിട്ട് തള്ളിക്കളയാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അതിവിശിഷ്ടമായ ഒരു സ്ഥാനമാണ് സ്വർഗം ഒരു പുരോഹിതന് കൊടുത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മള് ചില വചനങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. അതായത് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാനായിട്ടാണ് കർത്താവ് ഒരു പുരോഹിതനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹെബ്രായരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: ഏത് പ്രധാന പുരോഹിതനും മനുഷ്യരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പാപങ്ങൾക്ക് വേണ്ടി കാഴ്ചകളും ബലികളും അർപ്പിക്കുന്നതിന് ദൈവീക കാര്യങ്ങളിൽ മനുഷ്യന് വേണ്ടി നിയമിതരായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് ബലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പുരോഹിതൻ തിരഞ്ഞെടുക്കുക. എന്ന് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ബലി അർപ്പിക്കാനായിട്ടാണ്, പാവപരിഹാരത്തിന് വേണ്ടി ബലി അർപ്പിക്കാനായിട്ടാണ് ഒരു പുരോഹിതൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഹെബ്രായരുടെ ലേഖനത്തിൽ നമ്മളോട് പറയുകയാണ്. ഇനിയും നമ്മള് സത്യം പഠിപ്പിക്കുക എന്നുള്ളത് ഈ പുരോഹിതന്റെ ഒരു പ്രധാനപ്പെട്ട കടമയാണ്. ഓക്കെ, സത്യം പഠിപ്പിക്കുക എന്ന് പറയുന്നത് പുരോഹിതന്റെ ഒരു പ്രധാനപ്പെട്ട കടമയാണ്. അപ്പോ ഈ സത്യം പഠിപ്പിക്കാനായിട്ട് അവന്റെ നാവിൽ വചനം ഉണ്ടായിരിക്കണം എന്നും ഒക്കെ പൗലോസ്ലീഹ പല പ്രാവശ്യം പല വേദിയിൽ വെച്ച് പറഞ്ഞു. നിനക്ക് അതിനെക്കുറിച്ച് അറിവുള്ളവനായിരിക്കണം, നിന്റെ പ്രായം പറഞ്ഞ ആളുകള് നിന്നെ താഴ്ത്താൻ ഇടവരരുത്, അതിന് മാത്രം ജ്ഞാനം നിനക്ക് ഉണ്ടായിരിക്കണം എന്നെല്ലാം പറയുന്നു. ഇപ്പൊ സ്ലീഹന്മാരാണെങ്കിലും ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യം നമുക്കറിയാം. ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കാരണമായിട്ട് പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണമേശയിൽ ശുശ്രൂഷ ചെയ്യുന്നത് വചനം പ്രസംഗിക്കാതിരിക്കുന്നത് ശരിയല്ല, അപ്പൊ അതുകൊണ്ട് ഭക്ഷണമേശയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സഹായികളെ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വചനം പഠിപ്പിക്കുക, സത്യവചനം പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഓർക്കണം. ഇനിയും ഇടയനെ പോലെ നയിക്കുക എന്ന് പറയുന്നതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ പത്രോസ്ലിഹായെ കർത്താവ് ചുമതല ഏൽപ്പിക്കുന്ന സമയത്ത് പത്രോസ്ലിഹായോട് പറയുന്നത് അതിന്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കടമ പുരോഹിതന്റെ ഒരു കടമയാണ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഫസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുരോഹിതന്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് ബലി അർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവജനത്തിന് വേണ്ടി ബലിയർപ്പണം നടത്തുക, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ ജീവിതം അത് ബലിയായി ആളുകൾക്ക് മുമ്പിൽ കാണിക്കുക എന്നുള്ളതാണ്, അത് അർപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അത് ചെയ്യാതെ ഒരു പുരോഹിതനായിരിക്കാൻ സാധിക്കില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് വചനം പഠിപ്പിക്കുക എന്ന് പറയുന്നത്, വചനം പഠിപ്പിക്കുക. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അജഗണത്തെ നയിക്കുക എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഈ അജഗണത്തെ നയിക്കുന്നതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിശാചുകളെ പുറത്താക്കുക എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ശത്രുവിനെതിരെ പോരാടിയിട്ട് വേണം ഈ അജഗണത്തെ നയിക്കാനായിട്ട്. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ശത്രുവിനെതിരെ പോരാടുക. അപ്പൊ അതുകൊണ്ട് കർത്താവ് എപ്പോഴും സ്ലീഹന്മാരെ അയക്കുമ്പോൾ അല്ലെങ്കിൽ ശിഷ്യന്മാരെ അയക്കുന്ന സമയത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിശാചുകളെ പുറത്താക്കണം എന്നാണ് പറയാം. അപ്പൊ ഞങ്ങളെ ധ്യാനിപ്പിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരും പിതാക്കന്മാരും ഒക്കെ പറയാറുള്ള ഒരു കാര്യമാണ്. ഈയിടെ ഡാനിയൽസിന്റെ ഒരു പ്രസംഗത്തിന്റെ അകത്തും കേട്ടൊരു കാര്യമാണ്, ഓരോ ദേശത്തിനും ഓരോ അധികാരികളുണ്ട്, എന്നാൽ പൈശാചിക അധികാരികളുണ്ട്, ദേശത്തിന്റെ അധികാരികൾ എന്ന് പറയുന്ന കാര്യമാണ്. അത് നമ്മൾ വചനത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ അധികാരിയെ വിലക്കിയിട്ട് മാത്രമേ ഒരു ആത്മീയ ശുശ്രൂഷ ഒരു സ്ഥലത്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് മാത്രം തടസ്സങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഈ ഡാനിയലിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. ഡാനിയല് കർത്താവിന്റെ അടുത്ത് എളിമയോടെ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ നിനക്ക് വേണ്ടിയുള്ള അരുപാടുമായിട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്, എന്നാൽ ഈ ദേശത്തിന്റെ ദൂതൻ എന്നെ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ദൂതൻ പറയുന്ന ഒരു ഭാഗമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിശാചുകളെ പുറത്താക്കുക എന്ന് പറയുന്നത് ദൈവജനത്തെ നയിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഒരു പുരോഹിതന്റെ പ്രധാനപ്പെട്ട കടമ. ഇതിനു വേണ്ടിയിട്ടാണ് ഒരു പുരോഹിതനെ കർത്താവ് ആക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കാം. ഇനിയും ഈ പൗരോഹിത്യത്തിന്റെ അകത്ത് നമ്മൾ കത്തോലിക്ക സഭയില് പൗരോഹിത്യത്തിന്റെ അകത്ത് ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, ഇങ്ങനത്തെ 3 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ
അങ്ങനെ രുചികരമായിട്ടുള്ളതൊന്നും കഴിക്കാതിരിക്കുക. അതൊക്കെയാണ് ദാരിദ്ര്യം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. പക്ഷെ ബൈബിളില് ദാരിദ്ര്യത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുക. ഇതാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ദാരിദ്ര്യത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഏത് സാഹചര്യത്തിലാണോ, പൗലോസ് പറയുന്നില്ല, എനിക്ക് ഉന്നതിയിൽ ജീവിക്കാനും അറിയാം, ദാരിദ്ര്യത്തിൽ ജീവിക്കാനും അറിയാം, എനിക്കൊരു പരാതിയില്ല എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണ്. ഇപ്പൊ ഒരു അച്ഛനെ ഒരു പാവപ്പെട്ട ഇടവകയിലേക്കാണ് വിടുന്നത്, അല്ലെങ്കിൽ ഒരു മിഷൻ ഏരിയയിലേക്കാണ് വിടുന്നതെങ്കിൽ അവിടെയുള്ള സാഹചര്യം തൃപ്തനായിട്ട് ജീവിച്ചാൽ ആ അച്ഛൻ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആളാണ്. അത്യാവശ്യം നല്ല സാഹചര്യമുള്ള ഒരു സ്ഥലത്താണ് വിടുന്നതെങ്കിൽ അവിടെ ആ സാഹചര്യത്തിൽ ജീവിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലായാലും അത് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമാണ് ദാരിദ്ര്യം, ബ്രഹ്മചര്യം എന്ന് പറയാം. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതായത് ഭാര്യയുള്ളവൻ അവളെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ച് ജീവിക്കും, അല്ലെ? ബ്രഹ്മചാരിയായിട്ടുള്ള ഒരുവൻ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കണമെന്ന് ഓർത്താണ് ടെൻഷൻ അടിച്ച് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുഴുവൻ സമയവും ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട്, വിട്ടുകൊടുക്കാനായിട്ടാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. അങ്ങനെ ബ്രഹ്മചര്യം നേർന്ന് ജീവിക്കുന്ന ആളുകൾ പഴയ നിയമം മുതലുള്ള കാര്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യം. അങ്ങനെ ദൈവത്തിന് വേണ്ടി മുഴുവനായിട്ട് വിട്ടുകൊടുത്ത് ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പല പ്രാവശ്യം വചനം ഇങ്ങനെ ആവർത്തിച്ച് പൗലോസ് പറയുന്നുണ്ട്, എല്ലാവരും എന്നെ പോലെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ എല്ലാവർക്കും അത് സാധിക്കില്ല. അത് ഒരു പ്രത്യേക കൃപ ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇനി അനുസരണം എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാത്തിനോടും മറുതല പറയാതെ അത് കൃത്യമായി അനുസരിച്ച്, പാപം ഒഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അധികാരികളെ അനുസരിക്കണം എന്നുള്ളതാണ് ദൈവകൽപ്പന. ഇന്ന് നമ്മൾ കുർബാനയ്ക്ക് പോയിട്ടുള്ളവരാണെങ്കിൽ ഇന്ന് കുർബാനയ്ക്ക് വായിച്ച വചനഭാഗത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്നതാണ്. അതിന് വിധേയപ്പെടണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് അനുസരണം എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഈ മൂന്ന് വ്രതങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഈ പൗരോഹിത്യം കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്നത്. ഇനി ഈ പൗരോഹിത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട, കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറയുക. അതും കൂടെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം. ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ശ്ലീഹന്മാര് അടുത്ത മെത്രാന്മാരെ നിയമിക്കുന്നു, ആ മെത്രാന്മാര് അടുത്ത മെത്രാന്മാരെ നിയമിക്കണമെന്ന് കൃത്യമായിട്ട് ഓർഡർ കൊടുക്കുന്നുണ്ട്. അതിനുള്ള ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അന്ന് മുതൽ ശ്ലീഹന്മാര് മുതൽ ഇന്ന് വരെ ഇടമുറിയാതെ പൗരോഹിത്യം അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് അച്ഛനായിരിക്കുന്ന ആള് വരെയും ആ ഒരേ ചൈതന്യം കാത്തു സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഇടമുറിയാതെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് കത്തോലിക്ക സഭയിലെ പൗരോഹിത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ ചോദിക്കുന്നതിനുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകാം. ചോദിക്കാനുണ്ടോ? ശരിയായിരിക്കട്ടെ. നമ്മള് ഈ കുടുംബജീവിതത്തിൽ പ്രവേശിക്കുന്നവര് ഇപ്പൊ ഒരു പിന്നെ ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് രണ്ടാമതൊരു വിവാഹത്തിന് സാധ്യതയുള്ളൂ. നമ്മുടെ സഭയിൽ നിന്നാണെങ്കിലും അത് കിട്ടണം. അപ്പം സഭയില് ഡിവോഴ്സ് ഇല്ല. ഒരിക്കൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് നിർണയിക്കുമായിട്ടുള്ളതാണ്. അത് നമുക്ക് ഡിവോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. അല്ല, അത് നള്ളിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഈ കല്യാണം അസാധുവായിരുന്നു എന്ന് പ്രഖ്യാപിക്കും. അതിന് കല്യാണത്തിന് മുമ്പിലുള്ള ചില കാരണങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ വിവാഹത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് പഠിക്കാം. വിവാഹത്തിന് മുമ്പ് തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭ്രാന്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ മദ്യപാനമായിരുന്നു, അങ്ങനത്തെ, അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, മറച്ചു വെച്ചു, അങ്ങനത്തെ ചില ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ കല്യാണം അസാധുവാണ്. കാരണം കല്യാണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര സമ്മതം എന്ന് പറയുന്നത്.
അപ്പൊ അതിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അസാധുവായിരുന്നെന്ന് പ്രഖ്യാപിക്കത്തേ ഉള്ളൂ, അല്ലാതെ ഡിവോഴ്സ് ഇല്ല. ഓക്കെ, അല്ല, ചോദിച്ചു, അതുപോലെ ചോദിക്കാൻ വന്നേ. ആ അതുപോലെ ഒരു പുരോഹിതന് ഇപ്പൊ അവിടുന്ന് ഈ പൗരോഹിത്യത്തിൽ നിന്ന് മാറി കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കണമെങ്കിൽ ഇതുപോലെ നള്ളിഫിക്കേഷൻ ഓർഡർ അങ്ങനെ സാങ്ഷൻ എന്തെങ്കിലും വേണമെന്നുള്ളതാണ്. അത് മേടിക്കണം. അതായത് അതും ഇതുപോലെ തന്നെയാണ്. നമ്മള് പൗരോഹിത്യം ഒരിക്കൽ ലഭിച്ചാൽ അത് എന്നേക്കുമായിട്ടുള്ളതാണ്. അത് മാറ്റപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ രീതി അനുസരിച്ച് പൂർണ്ണമായ സമ്മതത്തോടുകൂടി ചിന്തിച്ചെടുത്ത തീരുമാനത്തില് അധികാരപ്പെട്ട മെത്രാനച്ചൻ കർമ്മങ്ങൾ ഉപയോഗിച്ച് നൽകിയ ഒരു പൗരോഹിത്യമാണെങ്കിൽ അത് ഒരിക്കലും നഷ്ടപ്പെടുന്നതല്ല. അപ്പോ അങ്ങനെ ആരെങ്കിലും അച്ഛന്മാര് ഇതിനകത്തുനിന്ന് മാറിപ്പോകുന്നുവെങ്കിൽ അവര് തെളിയിക്കണം, ഞാന് ആരുടെയും നിർബന്ധം കൊണ്ടാണ് അന്ന് സമ്മതം കൊടുത്തത്, അല്ലാതെ എനിക്ക് പൂർണ്ണ സമ്മതം ഇല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ തെളിയിച്ചാൽ മാത്രം റോമിൽ നിന്ന് അനുവാദം കിട്ടും. അത് ഈ പുരോഹിതൻ യഥാർത്ഥ പുരോഹിതനല്ലായിരുന്നു, പൗരോഹിത്യം ലഭിച്ചത് യഥാർത്ഥ പൗരോഹിത്യം അല്ലായിരുന്നു എന്ന് പറയും. നള്ളിഫിക്കേഷൻ പോലെ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു പുരോഹിതൻ ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് പോവാണ്, എനിക്ക് പൗരോഹിത്യം ഉപേക്ഷിച്ച് പോവാണ്, പക്ഷെ ആ ഒരു പ്രത്യേക സാഹചര്യം അദ്ദേഹത്തിന് എല്ലാത്തിൽ നിന്നും മുടക്കം വരുത്തും. അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. മെത്രാനച്ചന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പബ്ലിക്കായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ലിറ്ററിക്കൽ കർമ്മങ്ങൾ അല്ലെങ്കിൽ പൗരോഹിത്യ അധികാര കർമ്മങ്ങൾ നടത്തുന്നതിൻ്റെ അകത്ത് വിലക്ക് വരുത്താനായിട്ട് പറ്റും. അത് ചെയ്യരുത് എന്ന് പറയാൻ പറ്റും. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ പോലും ഒരു പ്രത്യേക അപകടം നടന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഒരു അപകടം നടന്നു, ഒരാള് അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, ആ ആൾക്ക് ഒന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. ആ ആൾ കുമ്പസാരിപ്പിച്ചാൽ അത് വാലിഡാണ്. കാരണം ആ അച്ഛന്റെ പൗരോഹിത്യം നഷ്ടപ്പെട്ടിട്ടില്ല, അത് എന്നേക്കുമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സാധ്യത വളരെ അത്യാവശ്യ ഘട്ടത്തിൽ അങ്ങനെ വന്നു പോയാൽ, അങ്ങനെ ഒരു കൂതാശ കൊടുത്താൽ പോലും അത് വാലിഡായിട്ട് കണക്കാക്കപ്പെടും. അതാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ എക്സ്ട്രീം കേസിലാണ്. അല്ലാതെ ചുമ്മാ എന്തേലും പനിയായിട്ട് കിടന്നിട്ട് അച്ഛൻ ആള് വന്ന് കുമ്പസാരിപ്പിക്കുന്നതിനകത്തല്ല. ഇങ്ങനത്തെ കാര്യത്തിൽ അത് വാലിഡാണ്, അത്രയും കൃത്യമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുക, ഒരു അച്ഛന് ഒരു സുപ്രഭാതത്തിൽ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്ന ഒന്നല്ല പൗരോഹിത്യം എന്ന് പറയുന്നത്. പറഞ്ഞു. ശരിക്കട്ടെ. ഈ അച്ഛന്മാരെ അതായത് ഈ രോഗികളെയൊക്കെ സുഖപ്പെടുത്താൻ പറ്റുമോ ഈ അനുഗ്രഹത്തിലൂടെ? അച്ഛന്മാർ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച തീർച്ചയായിട്ടും അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. അങ്ങനെ ആ അധികാരം നൽകപ്പെട്ടിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന്, ഈ ചെയ്യുന്ന അച്ഛന് വിശ്വാസം ഉണ്ടായിരിക്കണം, അച്ഛന് നൽകിയ അധികാരത്തിൽ. രണ്ട്, അച്ഛന്റെ അടുത്ത് വരുന്ന ആൾക്കും വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ ഈശോയുടെ കാര്യത്തിൽ പോലും നമുക്കറിയാലോ, കർത്താവ് നമ്മുടെ മർക്കോസ് ലീഹായുടെ സുവിശേഷത്തിലുള്ള ഒരു കാര്യമാണ്. അതായത് അനേകം രോഗികളെ സുഖപ്പെടുത്താൻ, അതല്ല ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്താനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല എന്ന് പറയും. അപ്പൊ അവന് സാധിച്ചില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തില്ലെന്നാണ്. സാധിച്ചില്ല എന്ന് പറഞ്ഞാലാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ പരിശ്രമിച്ചു നോക്കി, എന്നിട്ട് നടന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് തമ്പുരാൻ പോലും അവിടെ ഒത്തിരി രോഗികളെ സുഖപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവൻ അതിനുവേണ്ടി പരിശ്രമിച്ചു, എന്നിട്ടും അവിടെ അത്ഭുതം നടന്നില്ല. അതിന് കാരണമായിട്ട് പറഞ്ഞതെന്നറിയാവോ? അവരുടെ വിശ്വാസരാഹിത്യത്തെ കുറിച്ച് അവൻ അത്ഭുതപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ആ മനുഷ്യർക്ക് വിശ്വാസം ഇല്ലാതിരുന്നത് കൊണ്ട്, വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവിന് പോലും അവിടെ അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് അതിന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ഈ പുരോഹിതന് പട്ടം കിട്ടുന്ന സമയത്ത് തന്നെ എല്ലാ രോഗികളെ സുഖപ്പെടുത്താനും എല്ലാ പിശാചികളെ പുറത്താക്കാനുള്ള അധികാരം നൽകപ്പെടുന്നുണ്ട്. പക്ഷെ ആ അധികാരം പ്രയോജനപ്പെടണമെങ്കിൽ, ആ അധികാരം നടക്കണമെങ്കിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം ഇതാണ്, ഈ രണ്ടു പേർക്കും വിശ്വാസം ഉണ്ടായിരിക്കണം. ഈ പൗരോഹിത്യ അധികാരത്തിൽ അച്ഛനും ആ അധികാരത്തില് ഈ വരുന്ന ആൾക്കും വിശ്വാസം ഉണ്ടെങ്കിൽ അവിടെ അത്ഭുതം നടന്നിരിക്കും. പൗരോഹിത്യം മാറി ഉപേക്ഷിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു വൈദികന് പള്ളിയിൽ അവർക്ക് വിവാഹം നടത്തി കൊടുക്കുമോ? അതായത് പൗരോഹിത്യം ഉപേക്ഷിച്ചല്ല, പൗരോഹിത്യം നള്ളിഫിക്കേഷൻ നടത്തിയെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ അസാധുവായിരുന്ന ഒരു പൗരോഹിത്യമാണ് അദ്ദേഹം സ്വീകരിച്ചതെങ്കിൽ അദ്ദേഹത്തിന് അനുവാദം കിട്ടിയതിനു ശേഷം പള്ളിയിൽ വെച്ച് സാധാരണ നടക്കുന്ന പോലെ തന്നെ കല്യാണം നടത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ ഒരാൾ പൗരോഹിത്യം ഉപേക്ഷിച്ചു പോയി
നള്ളിഫിക്കേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരാളാണെങ്കിൽ പള്ളിയിലെ കാര്യങ്ങളിലൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് ഉദാശകളൊന്നും സ്വീകരിക്കാനൊന്നും പറ്റുകയില്ല. വിചാരിക്കട്ടെ. മറ്റ് സഭയിലെ അച്ഛന്മാര് ഈ വിവാഹം ചെയ്യുകയും ബലി അർപ്പിക്കുകയും ചെയ്യും, അത് കുഴപ്പമില്ലേ? അതായത് വിവാഹം ചെയ്യുന്നതിന്റെ അകത്ത് തടസ്സങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ കത്തോലിക്ക സഭയിലെ പുരോഹിതൻ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് കത്തോലിക്ക സഭയിലെ പുരോഹിതര് വിവാഹം ചെയ്യാത്തത്. നമ്മൾ ബൈബിളിനകത്ത് വായിക്കുമ്പോഴത്തേക്കും പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്, മെത്രാന്മാർ ഏകഭാര്യസ്ഥരായിരിക്കണം എന്നാ പറയാ. എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് ഒരു ആൾക്ക് തന്നെ പല ആൾക്കാരെ കല്യാണം കഴിക്കുമായിരുന്നു. പക്ഷെ ഒരു മെത്രാനാകുന്ന ആളാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരു ഭാര്യ ഉണ്ടാകാൻ പാടില്ല. എന്ന് പറഞ്ഞാല് ഒത്തിരി ഡ്യൂട്ടീസ് എടുത്തു വെക്കാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ കത്തോലിക്ക സഭയില് അത് പൂർണ്ണമായിട്ടും ഉള്ള ഒരു അടിയറവായിട്ട് അതങ്ങ് സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാല് കത്തോലിക്ക സഭയിലെ പുരോഹിതൻ പൂർണ്ണമായിട്ടും ഇതിന് സഭയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ആളാകുമ്പോഴത്തേക്കുമാണ് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം വിവാഹം കഴിച്ച ഒരാൾക്ക് നേരത്തെയൊക്കെ നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പൗരസ്ത്യ സഭയില് വിവാഹം കഴിച്ച വൈദികരാണ് ഉണ്ടായിരുന്നത്. വിവാഹത്തിന് ശേഷമാണ് വൈദികരാകാനായിട്ട് പോവുക. ഡീക്കന്മാരായിരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിക്കും, അതിന് ശേഷമായിരുന്നു. അപ്പോൾ ഉള്ളൊരു പ്രശ്നം ഇതാണ്, പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അച്ഛന് കുടുംബത്തിലെ കാര്യങ്ങളുണ്ട്, ഭാര്യയുടെ കാര്യങ്ങളുണ്ട്, മക്കളുടെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും തമ്പുരാന് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പം പൂർണ്ണമായിട്ടും അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവര് കത്തോലിക്ക സഭയിലെ പുരോഹിതരാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ചില അല്ലാത്ത ഒരു ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ കത്തോലിക്ക സഭയിലുണ്ട്. എന്ന് പറഞ്ഞാല് ഇപ്പൊ കല്യാണം കഴിച്ചു, അതിനുശേഷം ഭാര്യയൊക്കെ മരിച്ചുപോയി, മക്കളെല്ലാം പ്രാപ്തിയിലായി, അങ്ങനെയൊക്കെയുള്ള അവസരത്തില് പിന്നീട് അച്ഛന്മാരായിട്ടുള്ളവരുണ്ട്. ഈശംശായിരിക്കട്ടെ. ഇപ്പം കല്യാണം കഴിച്ച ഒരു വൈദികൻ കല്യാണം കഴിച്ചു കഴിഞ്ഞു എന്നിട്ടും ഈ വൈദിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിന് വിലക്ക് വരും. അതായത് മെത്രാനച്ചൻ കൃത്യമായിട്ട് അതിന് വിലക്ക് കൊടുക്കും. ഒരു രൂപതയില് ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു രൂപതയില് ആരൊക്കെയാണ് അവിടുത്തെ ശുശ്രൂഷകൾ ചെയ്യേണ്ടത് എന്ന് ചുമതലപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം, അധികാരം എന്ന് പറയുന്നത് അവിടുത്തെ മെത്രാനാണ്. ആ മെത്രാൻ പറയാണ് ഈ രൂപതയിൽ ഇയാള് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ അത് ഇതാണ് നമ്മുടെ ഇല്ലീഗലാണ്. അങ്ങനെ അത് ചെയ്യാനായിട്ട് പാടില്ലാത്തതാണ്. അതിന്റെ സാധ്യതയെ അത് ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവര് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും നമുക്ക് ഒരു കല്യാണം കഴിച്ചിട്ട് അച്ഛനാകുക എന്ന് പറഞ്ഞാൽ അത് തടസ്സങ്ങളില്ല. എന്ന് പറഞ്ഞാല് നമ്മള് ഒരു കല്യാണം നടത്തി ആ കല്യാണത്തിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്, സാധുത എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലഘട്ടത്തിലാണ്. അപ്പൊ ഒരു ഭർത്താവിന്റെ ഒരു ഭാര്യ മരിച്ചു പോയെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ബന്ധമില്ല. എന്ന് പറഞ്ഞാൽ വിവാഹം എന്ന് പറയുന്ന ഒരു ബന്ധത്തിലില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ ആള് അതിൽ നിന്ന് വിടുതൽ ലഭിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ നിന്ന് വിടുതൽ ലഭിച്ച ആളാണ്. അപ്പൊ ആൾക്ക് വേണമെങ്കിൽ അച്ഛനാകാനായിട്ട് സാധിക്കും. നമ്മുടെ ഈ പുരുഷന്മാർക്ക് ഡീക്കൻ പട്ടം വരെ സ്വീകരിക്കാൻ വരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കാനുള്ള അനുവാദമുണ്ട്. അപ്പം പരിശുദ്ധ കുർബാനയിലെ ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുക ആൾക്കാരെ അല്ല, ഡീക്കനാകുക എന്ന് പറഞ്ഞാൽ അൽത്താരിൽ പ്രവേശിക്കാനുള്ള, അൽത്താരിൽ ശുശ്രൂഷ ചെയ്യാനുള്ള അവകാശമാണ് കിട്ടുന്നത്. ബലി അർപ്പിക്കാനുള്ളതില്ല. അൽത്താരിൽ ശുശ്രൂഷ ചെയ്യാം, അതുപോലെ തന്നെ കൂദാശ അനുകരണങ്ങൾ ചെയ്യാം. ആശീർവാദം കൊടുക്കാൻ പറ്റില്ല. കൂദാശ അനുകരണങ്ങളായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണം ഒപ്പീസിയല്ല, വെഞ്ചരിപ്പ് നടത്താം. പക്ഷെ ആശീർവാദ പ്രാർത്ഥന ചൊല്ലി ആശീർവദിക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അവകാശം ഉണ്ടാവും. കുർബാന കൊടുക്കാൻ പറ്റും. കുർബാന വിളമ്പാനായിട്ട് നമുക്കറിയാലോ, ഇപ്പം കാറോയപ്പട്ടം കിട്ടുന്ന ആള് മുതല് നമ്മള് അനുവാദമുണ്ട്, മെത്രാൻ അനുവാദം കൊടുക്കാറുണ്ട്.
അതല്ലാത്ത ആൾക്കാരെ പ്രത്യേക ശുശ്രൂഷകരായി കുർബാന വിളമ്പാനായിട്ടുള്ള പ്രത്യേക ശുശ്രൂഷകരായിട്ട് സിസ്റ്റേഴ്സിനെയൊക്കെ ചുമതലപ്പെടുത്താറുണ്ട്. അതിനൊക്കെ ഒരു ചെറിയ ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് നടത്തി പ്രത്യേക അനുവാദം കൊടുത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ അനുവാദം കൊടുത്തിട്ടൊക്കെയാണ്, കൽപ്പന കൊടുത്തിട്ടതിന് ശേഷമാണ് അങ്ങനെ വിളമ്പാനുള്ള അവകാശം കൊടുക്കുന്നത്. വിശ്വസിക്കട്ടെ. ആയിരിക്കട്ടെ. ഇപ്പം ഒരാള് കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനാകാനുള്ള അവകാശമുണ്ടോ? അതിപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ മോനെ, കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടില്ല. കല്യാണത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചതിന് ശേഷം, വിടുതൽ ലഭിക്കുക എന്ന് പറയുന്നത് ആ വിവാഹത്തിലെ ഒരാൾ മരിച്ചു പോയെങ്കിൽ മാത്രം, ഭാര്യ മരിച്ചു പോയെങ്കിൽ മാത്രമേ അങ്ങനത്തെ ഒരു സാധ്യതയുള്ളൂ. അതൊക്കെ ഒരു വിദൂര സാധ്യത മാത്രമാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞല്ലോ നമ്മുടെ വൈദിക പാരമ്പര്യമാണ് നമ്മുടെ സഭയില് നിലനിൽക്കുന്നത്. അപ്പൊ അതായത് എപ്പിസ്കോപ്പൽ രീതി അല്ലേ? ഈ എപ്പിസ്കോപ്പൽ രീതി നിലനിൽക്കുന്ന മറ്റു പൗരസ്ത്യ സഭകളും ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ആ സഭകളുമായിട്ട് നമുക്ക് ധാരണയുള്ള സഭകളും ഉണ്ടാകും അല്ലെ, കൗദാശിക കാര്യങ്ങളില്. അപ്പോ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മലങ്കര പൗരസ്ത്യ സഭകളൊക്കെ ഇല്ലേ, ജക്കോബ അല്ലെങ്കിൽ അത്തരം സഭകളില് പുരോഹിതർക്ക് വിവാഹം കഴിക്കാം അല്ലെ? നമ്മുടെ സഭയില് ഇപ്പൊ ഒരു പുരോഹിതനായിരിക്കുന്ന ഒരാള് പുരോഹിത വൃത്തിയിൽ ഇരിക്കെ വിവാഹിതനാകാൻ ആഗ്രഹിച്ചുവെന്ന് വെക്കുക. അപ്പൊ അദ്ദേഹത്തെ മറ്റൊരു പൗരസ്ത്യ സഭയിലേക്ക് വിടാനുള്ള അതുണ്ടോ? പൗരസ്ത്യ സഭയിലേക്ക് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയില് ഇപ്പൊ നിലവിൽ നമ്മുടെ കേരളത്തിലുള്ള കത്തോലിക്ക സഭയിലെ ഒരു സഭയിലും, അതായത് ലാറ്റിൻ, മലങ്കര, സിറോ മലബാർ, ഈ 3 സഭകളിലും വിവാഹം എന്ന കൂദാശയും പൗരോഹിത്യവും കൂടെ ഒരുമിച്ച് കൊടുക്കുന്നില്ല. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പൊ നമ്മള് കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തോട്ട് നമുക്കൊരാളെ വിടാനായിട്ട് പറ്റില്ല അല്ലെ? നമുക്ക് അങ്ങനെ റീത്ത് മാറാനുള്ള അവകാശം അല്ലെങ്കിൽ മറ്റൊരു എന്നാ പറയുന്നത്, ഇപ്പൊ അപ്പസ്തോലികമല്ലാത്ത, അല്ലെങ്കിൽ അപ്പസ്തോലികമല്ലാത്തതല്ല, കത്തോലികമല്ലാത്ത ഒരു സഭയിലേക്ക് നമുക്ക് വിടാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അതാണ് അതിനകത്തെ പ്രശ്നം. അതേസമയം സ്വമേധയാ ആ പ്രീസ്റ്റ്ഹുഡിനെ നിലനിർത്തിക്കൊണ്ട് മറ്റ് പൗരസ്ത്യ സഭകളിലേക്ക് മാറാവോ ആ പുരോഹിതൻ? അപ്പൊ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകും ആള്. പുറത്തു പോകും, എത്രയേ ഉള്ളൂ അല്ലേ? എത്രയുള്ളെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതെ, ചെറിയൊരു കാര്യമായിട്ട് അത് കാണരുത്. ഓർക്കണം നമ്മൾ ഈ ഔദാശിക കാര്യങ്ങളിൽ ധാരണയുള്ള സഭകളില് അപ്പൊ ഇതുപോലെ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നവരാരെങ്കിലും അവിടെ പുരോഹിതനായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ സെലിബസിയും എല്ലാം നിലനിർത്താനായിട്ടാണ് നമ്മൾ ഇത്തരം ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത് അല്ലേ? നമ്മുടെ രീതി അതാണ് കത്തോലിക്ക സഭയുടെ. പക്ഷെ പുരോഹിതനായിരിക്കെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടാവുകയും മറ്റൊരു സഭയിലേക്ക് മാറുകയും ചെയ്ത് അവിടെ പുരോഹിതനായിട്ട് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിശ്വാസികൾക്ക് നമ്മുടെ സഭയും അത്തരം സഭയുമായിട്ടുള്ള ധാരണയിൽ കാര്യങ്ങളിലെ കൗദാശികപരമായ കാര്യങ്ങളിലെ ധാരണയില് അപ്പോൾ അദ്ദേഹം അപ്പോഴും പുരോഹിതനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ ഒരു കേസ് അറിയാവുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ആ ഒരു സംശയം കാലങ്ങളായിട്ട് എന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത്തെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് അത് എനിക്ക് വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ തന്നെ വലിയൊരു രൂപതയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നു. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. നമ്മുടെ ആ രൂപതയിലെ ഒരു ടീച്ചറെ തന്നെയാണ്, നമ്മുടെ തന്നെ കത്തോലിക്കയായ ടീച്ചറെ തന്നെയാണ്. പക്ഷെ അവര് ആ സഭ മാറി. ആ സഭയിലെ പ്രീസ്റ്റ് ആണ്. ചിലപ്പോ അച്ഛൻ അറിയാമായിരിക്കും, പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഒരാളുടെ മാത്രമല്ല, പല ആൾക്കാർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇതെല്ലാം ഒരു കൂദാശയാണല്ലോ. ഈ കൂദാശ കൃത്യമായ യോഗ്യതയോടുകൂടി തന്നെ സ്വീകരിക്കണം. ആ യോഗ്യതയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കുർബാന സ്വീകരിക്കാൻ പോലുള്ള അയോഗ്യതയാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും കൗദാശികമായിട്ടല്ലാതെ ഒരുമിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നത് വ്യഭിചാരം എന്ന് പറയുന്ന പാപമാണ്. അപ്പൊ ആ പാപത്തിലല്ലാതെ അവർക്ക് സന്താനോൽപാദനം നടത്താനും അവർക്ക് അങ്ങനെ ജീവിക്കാനും വേണ്ടിയിട്ടുള്ള കാര്യമാണ് വിവാഹം എന്ന് പറയുന്ന കൂദാശ.
അപ്പൊ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കത്തോലിക്ക സഭയിൽ ഔദ്യോഗികമായിട്ട് നൽകപ്പെട്ടുള്ള നിയമം അനുസരിച്ച് കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനായ വ്യക്തി ആ ആൾക്ക് വിവാഹം കഴിക്കണമെങ്കിൽ ആ ആളുടെ പൗരോഹിത്യം അങ്ങനെ അല്ലായിരുന്നു എന്ന് സ്ഥാപിക്കണം. അപ്പൊ അങ്ങനെ നള്ളിഫിക്കേഷൻ ലഭിക്കാതെ ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അത് പാപത്തിൽ തന്നെയാണ്, അത് പാപത്തിലാണെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മനസ്സിലായോ? ആ പാപത്തിലായിട്ട് തന്നെയാണ് അങ്ങനെ കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ആ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ ഒന്നും സാധിക്കാതെ വരും. അതാണ് അതിൻ്റെ പ്രശ്നം. ഇനിയിപ്പം മറ്റ് പൗരസ്ത്യ സഭകളിലാണെങ്കിലും എൻ്റെ അറിവനുസരിച്ച് അവര് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെയാണ്, അതിന് ശേഷമല്ല. പുരോഹിതനായിരിക്കുകയല്ല കല്യാണം കഴിക്കുന്നത്, അതിന് മുമ്പാണ് കല്യാണം നടത്തുന്നത്. അതാണ് എൻ്റെ ഒരു അറിവ്. എനിക്കത് എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിവില്ല. പക്ഷെ എൻ്റെ ഒരു അറിവനുസരിച്ച് അങ്ങനെയാണ്. ഡീക്കനായിരിക്കുന്ന സമയത്തെങ്കിലും അവർ പട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവർ വിവാഹിതരായതിനു ശേഷമാണ് അവരുടെ പട്ടം കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മുടെയും. പക്ഷെ ഇതൊരു സംഭവിച്ച കാര്യമാണ് വർഷങ്ങൾക്ക് മുൻപ്. അപ്പോ സ്വാഭാവികമായിട്ട് അവര് നമ്മുടെ തന്നെ മറ്റൊരു സഭയിൽ, അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും, നമ്മള് കൗദാശികപരമായിട്ട് ധാരണയിൽ എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൗദാശികപരമായിട്ടുള്ള ധാരണ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കരുത്. അതായത് കത്തോലിക്ക സഭയുടെ ധാരണകൾ എപ്പോഴും ഇപ്പോ ഒരു യാക്കോബക്കാരുമായിട്ട് നമുക്ക് ധാരണ, അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരായിട്ട് നമുക്കില്ല, യാക്കോബക്കാരുമായിട്ടുള്ള ധാരണയാണെങ്കിൽ പോലും ഇപ്പൊ ഒരു വിവാഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ധാരണയുണ്ട്. അപ്പൊ ആ ധാരണയ്ക്കകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവളെ കത്തോലിക്ക ജീവിതത്തിന്റെ അകത്ത് പോകുന്നതിൻ്റെ അകത്ത് ഞാൻ തടസ്സപ്പെടുത്തത്തില്ല എന്നുള്ളതും മക്കളെ കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തിക്കൊള്ളാം എന്നുള്ളതുമാണ്. മനസ്സിലായോ? അവർക്ക് ഈ ഇതില്ലാതെ എന്ന് പറഞ്ഞാല് അയോഗ്യതയില്ലാതെ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ പക്ഷെ അവരുടെ എഗ്രിമെന്റ് ഇതാണ്, കത്തോലിക്ക സഭയില് ബാക്കിയുള്ളവരെയൊക്കെ വളർത്തിക്കൊള്ളാം എന്നുള്ളതാണ് അതിന്റെ എഗ്രിമെന്റ്. അങ്ങനെയാണ് അതിന്റെ ധാരണ പോകുന്നത്. രണ്ടു കൂട്ടരും സമ്മതിച്ചിരിക്കുന്ന ധാരണ അങ്ങനെയാണ്. ഇതിനിടെ ഒരു സംശയം കൂടി ചോദിക്കട്ടെ അച്ഛാ. നമുക്കൊരു കത്തോലിക്ക, നമുക്ക് വീട്ടില് വലിയൊരു ആവശ്യം വരുന്നു, നമുക്ക് സമീപത്തൊന്നും ഒരു കത്തോലിക്ക പുരോഹിതനെ ലഭ്യമല്ലാത്ത അവസ്ഥയില് നമുക്ക് ഏതൊക്കെ പുരോഹിതന്മാരെ, ഇപ്പൊ നമുക്ക് രോഗീലേപനം അവര് നൽകുമല്ലോ, അതുപോലെയുള്ള കൂദാശകള് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? നമുക്ക് ഇവിടെയുള്ള ഇപ്പൊ സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ, ഇത് 3 എണ്ണമാണ് നമ്മുടെ ഈ നാട്ടിലുള്ള കത്തോലിക്ക സഭകൾ എന്ന് പറയും. മനസ്സിലായോ? ഈ 3 ഇതിലും ആരിൽ നിന്ന് വേണമെങ്കിലും ഇങ്ങനത്തെ കൂദാശകൾ സ്വീകരിക്കാം. മനസ്സിലായോ? ഇപ്പൊ കുർബാനയാണെങ്കിൽ പോലും കുർബാന ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഒരു കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, മലങ്കര പള്ളിയിൽ നമുക്ക് പോയി കുർബാന വേണമെങ്കിൽ സ്വീകരിക്കാം. മലങ്കര കുർബാന അർപ്പിച്ചതിന് ശേഷം കുർബാന സ്വീകരിക്കാം. അല്ലെങ്കിൽ ലാറ്റിൻ കുർബാന അർപ്പിച്ചിട്ട് നമുക്ക് കുർബാന സ്വീകരിക്കാം. അതിനകത്തും തടസ്സങ്ങളില്ല. മനസ്സിലായോ? അതേസമയത്ത് യാക്കോബായ ഓർത്തഡോക്സ് സഭയിലൊക്കെ പോയി അങ്ങനെ കുർബാന സ്വീകരിക്കണമെങ്കിൽ മറ്റൊരു സാധ്യതയും ഇല്ല എന്നെങ്കിൽ മാത്രമേ അനുവാദത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഏരിയയിലൊന്നും ഒരു കത്തോലിക്ക പള്ളി ഇല്ല, എന്നാൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനത്തെ അവസരത്തില് അനുവാദത്തോടു കൂടി ചെയ്യേണ്ട പ്രവൃത്തിയാണ് അതൊക്കെ. ബിഷപ്പ് വന്നില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ സ്ത്രീകൾക്ക് ഈ തിരുവട്ടം സ്വീകരിക്കാൻ സാധിക്കും? എനിക്ക് ക്ലിയർ ആയില്ല, അവനെ അങ്ങോട്ട് ചോദിക്കാം. ഈയിടെ UK ഒരു വനിതാ ആർച്ച് ബിഷപ്പ്, കാൻബറിയിലെ ഒരു വനിതാ ആർച്ച് ബിഷപ്പ് വന്നായത്. അപ്പൊ ഈ വനിതകൾക്ക് തിരുപ്പട്ടം സ്വീകരിക്കാൻ സാധിക്കുമോ? അങ്ങനെ വനിതകൾക്ക് തിരുപ്പട്ടം സ്വീകരിക്കാനായിട്ടുള്ള അനുവാദം കത്തോലിക്ക സഭ ഒഫീഷ്യലായിട്ട് ഒരിടത്തും കൊടുത്തിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്കതിന് കാരണം അറിയത്തില്ല. കാരണം ഈശോയുടെ പിന്നാലെ ഒത്തിരിയേറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാല് ഈശോയുടെ പിന്നാലെ ശിഷ്യഗണത്തിൽ ഒത്തിരിയേറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഈശോയെ ശുശ്രൂഷിച്ചു വരുന്നവരുണ്ട്, ഈശോയ്ക്ക് സാക്ഷ്യം പറഞ്ഞിരുന്നവരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ അവരെ ആരെയും കർത്താവ് സ്ലീഹന്മാരുടെ ഗണത്തിലേക്ക് പെടുത്തിയില്ല. സ്ലീഹന്മാരാണെങ്കിലും സ്ലീഹന്മാരുടെ കൂട്ടത്തിലും വചന ശുശ്രൂഷയ്ക്ക് സഹായിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ആരെയും മെത്രാന്മാരോ പുരോഹിതന്മാരോ ഡീക്കന്മാരോ ആയിട്ട് അവർ മാറ്റിയില്ല. അപ്പൊ കർത്താവ് ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി
നമ്മൾ ഇപ്പൊ കയറി ചെയ്യാൻ അതിന് അന്ന് സാധ്യതയില്ലാഞ്ഞിട്ടല്ല. പക്ഷെ കർത്താവ് എന്തുകൊണ്ടോ അങ്ങനെയല്ല അത് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമ്മളും അത് ചെയ്യാനില്ല എന്നുള്ളതാണ് അതിനൊരു കാരണം. അല്ലാതെ അതിന് ഇന്ന ഒരു കാരണമുണ്ട്, ഇന്ന കാരണം കൊണ്ട് പെണ്ണുങ്ങൾ അൽത്താരെ കയറാൻ പറ്റില്ല, അങ്ങനൊന്നും ഇല്ല. കർത്താവ് അങ്ങനെ ചെയ്തില്ല, സ്നേഹന്മാരും അങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് നമ്മളും അത് ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കത്തോലിക്ക സഭ ഒഫീഷ്യലായിട്ട് ഒരിടത്തും സ്ത്രീ പൗരോഹിത്യം അംഗീകരിച്ചിട്ടില്ല. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ അച്ഛാ. ഈശോയുടെ ജ്ഞാനസ്നാനം വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈശോ പുരോഹിതനായ ഈശോ എന്നത് നൽകുന്നത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണോ കുരിശിലെ ബലിയാണോ? അത് അല്ല, രണ്ടുമേയും നൽകാം. അവൻ പുരോഹിതനാണ് എന്ന് പൗലോസ്ലീഹ പല പ്രാവശ്യം പറയുന്നുണ്ട്. നമ്മുടെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. അങ്ങനെ ബലി അർപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് അവൻ പുരോഹിതനായി തീർന്നത്. അത് വചനത്തിൽ പല പ്രാവശ്യം ഈശോയെ പുരോഹിതനായിട്ട് കാണിക്കുന്നുണ്ട്. പുരോഹിതനാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ റെഫറൻസ് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. സുവിശേഷത്തിന്റെ ഏത് ഭാഗത്തെയാണ് നമുക്കത് കോട്ട് ചെയ്ത് പറയാൻ കഴിയുന്നത്? ഈശോയുടെ ജ്ഞാനസ്നാനം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈശോയുടെ ജ്ഞാനസ്നാനത്തെ പറയും. അപ്പൊ ഈശോ പുരോഹിതനാണെന്നത് വിശുദ്ധ ഗ്രന്ഥത്തില് സുവിശേഷത്തിൽ നമുക്ക് കാണിക്കണമെങ്കിൽ സുവിശേഷത്തിൽ ഈശോയുടെ ബലി, നമ്മൾ അർപ്പിക്കുന്ന ബലിയർപ്പണം അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് മരിച്ചു ഉത്ഥാനം ചെയ്തതാണ്. അതാണ് കർത്താവിന്റെ ബലിയർപ്പണം എന്ന് പറയാം. മനസ്സിലായോ? ഈശോ അർപ്പിച്ച ബലി എന്ന് പറയുന്നത് അവൻ സ്വന്തം ശരീരം തന്നെ ബലി വസ്തുവാക്കി വെച്ചുകൊണ്ട് അവൻ തന്നെ ബലിയർപ്പിച്ചു, അവന് തന്നെ ബലിയർപ്പിച്ചു. അതാണ് കർത്താവിന്റെ ബലിയർപ്പണത്തിന്റെ പ്രത്യേകത. അപ്പം അവൻ അതേ സമയത്ത് പുരോഹിതനാണ്, ബലി വസ്തുവാണ്, ബലി സ്വീകരിക്കുന്ന ദൈവവുമാണ്. ഇതാണ് കർത്താവിന്റെ ബലിയർപ്പണത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ അർപ്പിക്കുന്ന ബലി ഈശോ ചെയ്ത ആ പ്രവൃത്തിയാണ്, ഈശോ പുരോഹിതനായി നിന്നുകൊണ്ട് ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ അർപ്പിക്കുന്നത്. നമ്മൾ ഈ വിശുദ്ധ കുർബാനയെ അല്ലെങ്കിൽ കർത്താവിന്റെ ബലിയർപ്പണത്തെ ഒരിക്കലും അന്ത്യത്താഴ ശുശ്രൂഷയായിട്ട് കാണരുത് കേട്ടോ. അന്ത്യത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ മുന്നാസ്വാദനമായിട്ട് കാണിച്ചു കൊടുത്തതാണ്, ഒരു സിംബോളിക് ആയിട്ട് കാണിച്ചു കൊടുത്തതാണ്. ഈ രീതിയിലാണ് നിങ്ങൾ എന്റെ ജീവിതത്തെ ഇനി അർപ്പിക്കേണ്ടത്, ഈ ഒരു രീതിയിലാണെന്ന് കാണിച്ചു കൊടുത്തതാണ് അത്. അത് ബലിയർപ്പണം എന്ന് പറയുന്നത് അന്ത്യത്താഴ ശുശ്രൂഷയല്ല. തന്നെയായിട്ട് അതിനെ കാണിക്കണം, പറയണം അല്ലേ? വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമല്ല. അതായത് വിശുദ്ധ കുർബാന ഇനി മുതൽ നിങ്ങളെ എന്റെ ഓർമ്മയെ ആചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് കർത്താവ് കാണിച്ചു കൊടുത്തതാണ് ആ ഒരു അന്ത്യത്താഴം എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ അന്ത്യത്താഴം എന്ന് പറയുന്നത് ഈശോയുടെ ജന്മം മുതൽ സ്വർഗാരോഹണം വരെയുള്ള സംഭവങ്ങൾ മുഴുവനാണ്. അത് ഇനി മുതൽ നിങ്ങൾ അനുസ്മരിക്കേണ്ടത് ഈ രീതിയിലാണ് എന്ന് കാണിച്ചു കൊടുത്തത് മാത്രമാണ്. മനസ്സിലായോ? അച്ഛാ, നമ്മുടെ ഈ ആത്മഹത്യ ചെയ്ത് സംസ്കാര ശുശ്രൂഷയ്ക്ക് ആത്മഹത്യ ചെയ്തവരുടെ പണ്ട് ഒത്തിരി അച്ഛൻ വരത്തില്ലായിരുന്നു, മണിയടിക്കത്തില്ലായിരുന്നു, പള്ളിക്കകത്ത് കയറ്റത്തില്ലായിരുന്നു, അങ്ങനെ ഒത്തിരി ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഒത്തിരി കുറവ് വരുത്തിയിട്ടുണ്ട്. അതിലിപ്പോ എന്നോ അതിനകത്ത് ഇപ്പൊ ശരിക്കും നടക്കുന്നു അറിയാമോ? അതായത് ഈ കുറവ് വരുത്തിയെന്ന് പറഞ്ഞതേ, നമ്മള് വിധികർത്താവായിട്ട് ഒരുവ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. നമ്മൾ ആരെയും വിധിക്കരുത് എന്നുള്ള ഒരു ചിന്താഗതി വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോ തെമ്മാടിക്കുഴി ഇല്ലാത്തത്, പല കാര്യത്തിലും കുറവ് വരുത്തിയിരിക്കുന്നതൊക്കെ. അപ്പൊ അത് നമ്മളൊരു കാര്യം, ദൈവത്തിന്റെ വിധി എങ്ങനെയാണെന്ന് നമ്മളെടുത്ത് വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് കർത്താവിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പല കാര്യത്തിലും ഒഴിവ് വരുത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ അകത്തെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഒരാള് വളരെ സ്കാൻഡലായിട്ട് ജീവിച്ച ഒരാള്, ആ ആള് മരിക്കുമ്പോഴും, വളരെ ഭക്തിപൂർവ്വം ജീവിച്ച ഒരാൾ മരിക്കുമ്പോഴും ഒരേപോലെയുള്ള അടക്ക ശുശ്രൂഷകള്, ഒരേപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു സ്കാൻഡലാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജീവിച്ചാലും ഒരുപോലെയാണ് എന്നൊരു ചിന്താഗതി ആളുകൾക്കുണ്ടാവും. അപ്പൊ ആ ഒരു വ്യത്യാസം എപ്പോഴും കാണിക്കണം. ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇത് ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമായിട്ടുള്ള പ്രവൃത്തിയല്ല എന്ന് മറ്റുള്ളവർ മുമ്പിൽ കാണിച്ചു കൊടുക്കാനായിട്ടാണ് ചില കാര്യങ്ങൾ കുറവ് വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആരെങ്കിലും ആത്മഹത്യ ചെയ്തു, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ പറയുന്നില്ല, ഒരു ആഘോഷപൂർവമായ അടക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുക. ആഘോഷപൂർവമായ അടക്ക്, ഈ ആഘോഷപൂർവമായ അടക്കെന്ന് പറയുന്നത് ഇപ്പം ഇത് മാത്രമേ എടുക്കുകയുള്ളൂ, മുത്തുക്കുട മാത്രമേ എടുക്കുകയുള്ളൂ. ഒരു പുരോഹിതൻ മാത്രമേ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ മൈക്ക് സിസ്റ്റം ഉപയോഗിക്കുകയില്ല. അങ്ങനത്തെ ചില റെസ്ട്രിക്ഷൻസ് മാത്രമേ ഇതിനകത്ത് വരുത്താറുള്ളൂ. ബാക്കിയെല്ലാം നോർമലായിട്ടുള്ള അടക്കം. പണ്ടൊക്കെ പള്ളി കയറത്തില്ലായിരുന്നു, മണിയടിക്കത്തില്ലായിരുന്നു,
അതുപോലെ തന്നെ അച്ഛൻ അവിടെ പോയി പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇഞ്ഞ് പോരുമായിരുന്നു. കുഴിമാടത്തിങ്കൽ അച്ഛൻ അടക്കുന്ന സമയത്ത് നിൽക്കില്ലായിരുന്നു. ഇതുപോലെ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞൊരു പ്രത്യേക സ്ഥലത്തായിരുന്നു അടക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം അങ്ങ് മാറ്റി. പക്ഷെ ഇതൊരു സ്കാൻഡൽ ആകാതിരിക്കാൻ, മറ്റുള്ളവർക്ക് ഒരു ദുർമാതൃകയാകാതിരിക്കാനായിട്ട് നമ്മൾ ആഘോഷങ്ങൾ ഒഴിവാക്കി നോർമലായിട്ടുള്ളതല്ലാത്ത ഒരു രീതിയിലായിരിക്കും നമ്മൾ നടത്തുക. അത്ര മാത്രമേ ഉള്ളൂ. അച്ഛാ, ഈ ഒരു ബലിയർപ്പണത്തിൽ ഒന്നിൽ കൂടുതൽ പുരോഹിതരെ ബലിയർപ്പിക്കുമ്പോൾ അവിടെ ഒരു ബലിയർപ്പണം മാത്രമേ നടക്കത്തുള്ളൂ? എല്ലാ പുരോഹിതർ എല്ലാവരെയും ബലിയർപ്പണം നടക്കും. അപ്പൊ ഈ കുർബാന സമയത്ത് ഇടയ്ക്ക് അങ്ങേക്കെന്ന് പറയത്തില്ല, അപ്പൊ വൈദികന്റെ പ്രാർത്ഥനയ്ക്ക്, അപ്പൊ ആ പുരോഹിതനകത്ത് മെയിൻ പുരോഹിതനായിട്ട് വല്ലതും ഉണ്ടോ? എനിക്ക് പിടികിട്ടിയില്ല മോനെ, എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഒരു ബലിയർപ്പണത്തില് ഒന്നിൽ കൂടുതൽ പുരോഹിതർ ബലി അർപ്പിക്കുമ്പോൾ ഇവിടെ ആ പുരോഹിതന്റെ മൊത്തവും ബലിയർപ്പണം ഉണ്ടാകാതെ ഒരു ബലിയർപ്പണം മാത്രമേ നടക്കുകയുള്ളൂ? അല്ല, ഓരോ പുരോഹിതരും അർപ്പിക്കുന്നത് ഓരോ ബലിയർപ്പണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങൾ വെക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് എല്ലാ പുരോഹിതരും വ്യക്തിപരമായിട്ടായിരിക്കും അവിടെ കുർബാന അർപ്പിക്കുന്നത്. ഒരു പുരോഹിതൻ മാത്രം മെയിൻ സെലിബ്രന്റ് ആയിട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥനകൾ ചൊല്ലുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോ പുരോഹിതനും അവിടെ ബലി അർപ്പിക്കുന്നുണ്ട്. അവിടെ അന്നേരം ഈ പുരോഹിതൻ പ്രാർത്ഥനാ സഹായം യാചിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണോ അതോ ഞങ്ങൾക്ക് വേണ്ടി ഏതാണ്? എനിക്ക് വേണ്ടിയിട്ടെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ പുരോഹിതനും അർപ്പിക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള കുർബാന അർപ്പണ ശുശ്രൂഷ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ പുരോഹിതൻ അർപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടിട്ടെന്ന് മാത്രം ചൊല്ലിയാൽ മതി. അപ്പൊ 2-3 പുരോഹിതന്മാർ ചേർന്നാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിലേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ലേ പറയേണ്ടത്? അവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണല്ലോ അച്ഛൻ പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ടെന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ടെന്ന് തന്നെയാണ് അവിടെ പറയുന്നത്. എന്നാൽ ഒരു പുരോഹിതൻ ഒരു ബലിപീഠം, ഒരു ബലിയർപ്പണം, അങ്ങനെയുള്ളതാണ് നമ്മുടെ രീതി. ഓരോ പുരോഹിതർ അർപ്പിച്ചാലും അവരെല്ലാവരും അവരവരാണ് കുർബാന അർപ്പിക്കുന്നത്. കുഴപ്പമില്ലായിരിക്കട്ടെ. നമ്മളിപ്പോ ആണെങ്കിൽ ആ വൈദികർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത് അച്ഛൻ കുർബാന അർപ്പിക്കാൻ അയോഗ്യനാണ്. ആ അയോഗ്യതയെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ അനാഫറയ്ക്കകത്ത് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു പ്രാർത്ഥന അച്ഛൻ താഴ്ന്ന് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം അല്പം സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. പിന്നെ ഉയർന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും താഴ്ന്ന സ്ഥലത്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ അയോഗ്യനാണ് ഈ ബലി അർപ്പിക്കാൻ എന്നുള്ളതാണ്. അതിനുശേഷം ആളുകളോട് പ്രാർത്ഥന യാചിക്കുകയാണ്, ഈ ബലി പൂർത്തിയാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ് തുടർന്നുള്ള ഭാഗം. 3 പ്രാവശ്യം എന്തിനാ അച്ഛാ ഇങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്? അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? 3 പ്രാവശ്യം 3 സ്ഥലത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതില്? അതായത് നമ്മൾ 4 പ്രാവശ്യം ഈ അനാഫറയ്ക്കകത്ത് ഇതേ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഞാൻ അയോഗ്യനാണെന്ന് പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം പ്രാർത്ഥന യാചന നടത്തുന്നു, അതിനുശേഷം നമ്മള് ഇത് പഴയ കർത്താവ് ചെയ്തിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള രക്ഷാകര പ്രവൃത്തികൾ അനുസ്മരിക്കുന്നു, അതിനുശേഷം ഉയർന്ന സ്വരത്തിൽ സ്തുതി പാടുന്നു. ഈ സ്ട്രക്ചർ 4 പ്രാവശ്യമുണ്ട്. അതില് 3 പ്രാവശ്യം, പ്രധാനപ്പെട്ട 3 പ്രാവശ്യവും ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് പ്രാർത്ഥന യാചന നടത്തുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള യാചന നടത്തുകയാണ്. അപ്പൊ അത് നമ്മുടെ അയോഗ്യത ഏറ്റു പറയുന്നതിന്റെ സൂചനയായിട്ടാണ് അത് ചെയ്യുന്നത്. ഈ വൈദ്യുതി പാപം ചെയ്ത വൈദ്യുതി കുമ്പസാരമായ കൂദാശയുണ്ടോ? ഈ വൈദ്യർക്കും മെത്രാന്മാർക്കും കുമ്പസാരം എന്താണ് കൂദാശയുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ കത്തോലിക്കരായിട്ടുള്ള എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്. പാപം ചെയ്യുന്നവരെല്ലാവരും കുമ്പസാരിക്കും. കുമ്പസാരം എന്ന് പറയുന്ന ഒരു കൂദാശ മാത്രമാണ് പാപങ്ങൾ മോചിക്കാൻ വേണ്ടി തന്നിട്ടുള്ള കൂദാശ. അത് പുരോഹിതനും മെത്രാനച്ചനും എല്ലാവരും മാർപ്പാപ്പ ഉൾപ്പെടെ കുമ്പസാരിക്കുന്ന ആളാണ്. എല്ലാവരും സാധാരണ മറ്റച്ഛന്മാരുടെ അടുത്താണ് കുമ്പസാരിക്കുന്നത്. മെത്രാൻ കുമ്പസാരിക്കുന്നതും വേറൊരു അച്ഛന്റെ അടുത്തായിരിക്കും.
പക്ഷെ ഈ കത്തോലിക്ക സഭയിലെ ഈ അച്ഛൻ മുമ്പ് പറഞ്ഞ നിയമങ്ങള് കേരളത്തിലെ 3 സഭകളിൽ മാത്രമല്ലല്ലോ, 24 വ്യക്തി സഭകളിലും സെയിം അല്ലേ? ഉണ്ട്. സെയിം ആണല്ലോ. അതെ. മറ്റുള്ള ഈ ബ്രഹ്മചര്യത്തിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അനുവാദമുള്ള കത്തോലിക്ക സഭയിൽ ഒരു വ്യക്തി സഭയിലും ഇതില്ലല്ലോ, അനുവാദം ഇല്ലല്ലോ. കത്തോലിക്ക സഭയിലെ ഒരു വ്യക്തിസഭയിലും ഇല്ല, എനിക്കത് കൃത്യം അറിഞ്ഞുകൂടാ. ഞാനത് ഒന്ന് റെഫർ ചെയ്തിട്ട് ഞാൻ പറയാം. ഏതെങ്കിലും സഭയിൽ അങ്ങനെ നേരത്തെ മുതൽ അങ്ങനെ അനുവാദമുള്ള ഏതെങ്കിലും സഭ അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്റെ അറിവനുസരിച്ച് അങ്ങനെയാണ്. ഓക്കെ അച്ഛാ, താങ്ക് യു. ഒരു ബന്ധക്കോസ്തിലേക്ക് പോയ ഒരു വ്യക്തി നമ്മുടെ തിരിച്ച് നേരത്തെ മാമോദിസ സ്വീകരിച്ച് നമ്മുടെ ഇതിൽ ചേർന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബന്ധക്കോസ്തിലേക്ക് പോയി. പിന്നെയും തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അല്ല, പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മള് രൂപതയിൽ നിന്ന് അനുവാദം മേടിക്കണം. രൂപതയിൽ നിന്ന് അനുവാദം മേടിക്കുമ്പോൾ കൽപ്പന തരുന്നത് ഇങ്ങനെയാണ്: ആ വ്യക്തി വിശ്വാസം ഏറ്റുപറയണം. എല്ലാവരുടെയും മുന്നിൽ ഉചിതമായിട്ടുള്ള ഒരു പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ച് വിശ്വാസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഏറ്റുപറഞ്ഞതിന് ശേഷം സ്വീകരിക്കാവുന്നതാണ്. നമ്മൾ ഒരിക്കൽ മാമോദിസ സ്വീകരിച്ച ഒരാൾ, മാമോദിസ, തൈലാഭിഷേകം, പൗരോഹിത്യം, ഈ 3 കുദാശകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് ഒരു പ്രാവശ്യം കിട്ടിയാൽ എന്നേക്കുമായിട്ടുള്ളതാണ്. മാമോദിസ നമുക്ക് ലഭിച്ചെങ്കിൽ നമ്മൾ പിന്നീട് വിശ്വാസം ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും മതത്തിൽ പോയിട്ട് തിരിച്ചു വന്നാൽ പോലും വീണ്ടും മാമോദിസ കൊടുക്കേണ്ടതില്ല. മാമോദിസ ലഭിച്ചത് തന്നെയാണ്. പക്ഷെ വിശ്വാസം നഷ്ടപ്പെടുത്തി പോയത് കൊണ്ട് തന്നെ ഒരു പ്രായശ്ചിത്തം ചെയ്ത് ഒരു പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്യും. പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, കുരിശും പിടിച്ചുകൊണ്ട് കുർബാനയ്ക്ക് കുറച്ച് ദിവസം കൂടണം എന്നൊക്കെ ഉള്ളതായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പം അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ച് അവരുടെ വിശ്വാസം, തിരിച്ചുവരവിന്റെ വിശ്വാസം ഉറച്ചതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലിച്ച് അവരെ പള്ളിയിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ കത്തോലിക്ക സഭയെ ജനിച്ചവർക്ക് മാത്രമേ തിരുപ്പട്ടം സ്വീകരിക്കാൻ പറ്റൂ, അതോ മറ്റു മതത്തിൽ നിന്ന് വരുന്നവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? കത്തോലിക്ക സഭയിൽ ജനിച്ചവർക്ക് മാത്രമേ തിരുപ്പട്ടം സ്വീകരിക്കാൻ സാധിക്കും? അല്ല. മാമോദിസ സ്വീകരിച്ചിട്ടുള്ള ആർക്ക് വേണമെങ്കിലും തിരുപ്പട്ടം സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ പിന്നീട് മാനസാന്തരപ്പെട്ട് ഇപ്പം വേറൊരു മതത്തിൽ ജനിച്ച ഒരാളാണ്, ആളൊരു ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി, അയാൾക്ക് തിരുപ്പട്ടം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും തിരുപ്പട്ടം സ്വീകരിക്കും. പണ്ടൊക്കെ ഈ മഹറോൻ ചൊല്ലി എന്നും പറഞ്ഞൊക്കെ പള്ളിയിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് കാരണം കൊണ്ടാണ്? ഇപ്പൊ അങ്ങനൊന്നും ഇല്ല അല്ലേ? മഹറോൻ ചൊല്ലാനുള്ള ഇതുണ്ട്. അതായത് വിശ്വാസം പരസ്യമായിട്ട് വിശ്വാസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ മഹറോൻ ചൊല്ലും. എന്ന് പറഞ്ഞാല് അങ്ങനെ പണ്ടൊക്കെ ശീഷ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ തെറ്റായി പഠിപ്പിക്കലുകൾ, നമ്മുടെ വിശ്വാസത്തിനെതിരെ തെറ്റായി പഠിപ്പിക്കുക, അതിനുള്ള ആളുകളെ കൂട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മഹറോൻ ചൊല്ലുന്ന പരിപാടിയുണ്ട്. അവരെ അതിൽ നിന്ന് പുറത്താക്കിയെന്ന് പബ്ലിക്കായിട്ട് പറയുകയാണ്. ഇത് ഈ പഠിപ്പിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുന്നതാണ്. അപ്പൊ ആ ആളിനെ തന്നെ ആ കുടുംബം മൊത്തം അവര് അങ്ങനെ മഹറോൻ ചൊല്ലുവാണ്, കുടുംബം മൊത്തം? അങ്ങനല്ല. ഇപ്പം കുടുംബം മൊത്തമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ കുടുംബം മൊത്തത്തിൽ ചെയ്യും. ഒരാൾ മാത്രമായിട്ടാണെങ്കിൽ ആ ഒരാളെ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ പള്ളിയിലെ കുർബാനകൾക്കൊന്നും പോകാതെയും ആണ്ടുകുമ്പസാരവും അങ്ങനെ യാതൊരു നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനടുത്ത് യാതൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരാള് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയിൽ അടക്കാൻ സാധിക്കും? അടക്കാൻ പറ്റും. മാമോദിസ സ്വീകരിച്ചതല്ലേ, മാമോദിസ സ്വീകരിച്ചതായതുകൊണ്ട് നമുക്ക് അവിടെ അടക്കാനായിട്ട് സാധിക്കും. വിശ്വാസം തള്ളി പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ അവിടെ അടക്കാനായിട്ട് സാധിക്കും. അച്ഛാ, ഈ യാക്കോബ സഭയിൽ നമ്മള് ഒരു മരിച്ചവർക്ക് വേണ്ടി പൈസ കൊടുത്തിട്ട് കുർബാന ചെല്ലിപ്പിച്ചാൽ തെറ്റാണോ? യാക്കോബ പള്ളിയില് കുർബാന അർപ്പിച്ചാൽ തെറ്റാണോന്നോ? അതെ. അല്ല, നമ്മള് നമ്മുടെ സഭയല്ലാതെ ഇപ്പം നമ്മുടെ സഭയല്ലാതെ
നമ്മുടെ സഭയല്ലാതെ യാക്കോബ സഭയ്ക്ക് കൊടുത്ത അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? നമ്മള് ചെയ്യേണ്ടത് കത്തോലിക്ക സഭയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മള് അങ്ങനെ പൈസ കൊടുത്ത് നിയോഗത്തോടുകൂടി ചെയ്യിപ്പിച്ചു എന്നത് കൊണ്ട് തെറ്റാണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. നമ്മൾ ചെയ്യേണ്ടത് കത്തോലിക്ക സഭയിൽ തന്നെയുള്ള കുർബാന അർപ്പണമാണ് നമ്മൾ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വാലിഡായിട്ട് തന്നിരിക്കുന്നതാണ്. തെറ്റാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ചെന്നു, അവിടെ വെച്ചൊരു പൈസ കൊടുത്തു, കുർബാന ഏൽപ്പിക്കാനായിട്ട് പൈസ കൊടുത്തു എന്നുള്ളതിൻ്റെ അകത്ത് അങ്ങനെ തെറ്റില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കത്തോലിക്ക സഭയിൽ തന്നെയാണ്. ഇതെന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം കേട്ടോ, എനിക്കത് കൃത്യമായിട്ട് അറിയത്തില്ല. സാധാരണ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശരിക്കട്ടെ. അച്ഛ, നമ്മളിപ്പം ഒരു കൃപാസനത്തിലോ ഒരു പ്രത്യേകതയുള്ള പള്ളിയിലോ വന്ന് നേർച്ച നേർന്നിട്ട് ആ നേർച്ച നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ നേർച്ച ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? നേർന്ന നേർച്ച നിറവേറ്റിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് കുമ്പസാരിക്കേണ്ടതാണ് കേട്ടോ. നമ്മൾ വെറുതെ നേർച്ച നേരരുത്. നേരുന്ന നേർച്ച നിറവേറ്റുകയും ചെയ്യണം. അത് നമ്മുടെ കടപ്പാടാണ്, ദൈവത്തിന് മുന്നിൽ കൊടുക്കുന്ന വാക്കാണ്. ആ വാക്ക് നമ്മൾ പാലിക്കണം. അല്ലെങ്കിൽ അത് പറഞ്ഞ് കുമ്പസാരിക്കേണ്ടതാണ്. താമസം വരുത്തിയാലും അത് പറഞ്ഞ് കുമ്പസാരിക്കേണ്ടതാണ്. ഒരു വൈദികൻ പുരോഹിത വസ്ത്രം ഉപേക്ഷിച്ച് വിവാഹം ചെയ്തു എന്ന് വിചാരിക്കുക. പള്ളിയിൽ വിവാഹം നടത്തത്തില്ലല്ലോ. അപ്പം വേറെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവര് മരിക്കുമ്പോൾ നമ്മുടെ പള്ളിയിൽ അടക്കുവോ? അവര് മരിക്കുമ്പോ പള്ളിയിൽ അടക്കുവോന്നോ? ഇല്ല, അവരതിൽ നിന്ന് പുറത്തായതാണ്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയതിന്റെ രീതിയിൽ അവർ പുറത്തായവരാണ്. പിന്നെ പ്രത്യേക അനുവാദങ്ങളൊക്കെ മേടിച്ച് വേണമെങ്കിൽ അടക്കാൻ സാധിക്കും. മാമോദിസ സ്വീകരിച്ചതായതുകൊണ്ട് പ്രത്യേക അനുവാദങ്ങളൊക്കെ മേടിച്ച് ആഘോഷങ്ങളൊന്നും ഇല്ലാതെയൊക്കെ ചിലപ്പോൾ അടക്കാനുള്ള അനുവാദം കിട്ടുമായിരിക്കും. അതെ. അപ്പൊ അവർക്ക് ഇപ്പം വിവാഹത്തിലുണ്ടാകുന്ന മക്കളെ പിന്നെ മാമോദിസ മുക്കി ക്രിസ്ത്യാനിയായിട്ട് വളർത്താൻ പറ്റുമോ? അവരുടെ മക്കളെയോ? അവര് നമ്മള് വിശ്വാസത്തിൽ ആരെങ്കിലും വളർത്തുമെന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ പ്രത്യേക അനുവാദം മേടിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പലരും സംസാരിക്കുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നില്ല. ഡൈവേഴ്സ് മൂലമേ ഡൈവേഴ്സ് മുഖേന ഇവരുടെ ബന്ധം വേർപെടുത്തുന്നുണ്ടല്ലോ. അതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധം അതുപോലെ നമ്മുടെ പൗരോഹിത്യം സ്വീകരിച്ച ഒരു വൈദികന് അതിൽ നിന്നും പൗരോഹിത്യത്തിൽ നിന്ന് പിന്മാറുമ്പോൾ അതിരൂപത തലത്തിലോ അതോ മേൽഘട്ടത്തിൽ നിന്നും അത് പൂർണ്ണമായിട്ടും പൗരോഹിത്യം ഒഴിവാക്കി കൊടുത്തു കഴിയുമ്പോൾ ആ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ സാധിക്കില്ലേ? അതായത് മാർപ്പാപ്പാട് എടുത്തു നിന്നാണ് അതിന് നള്ളിഫിക്കേഷൻ വരേണ്ടത്. അത് അസാധുവായിരുന്നു എന്ന് മാർപ്പാപ്പയാണ് പ്രഖ്യാപിക്കേണ്ടത്. അതിനൊരു വലിയ കാര്യങ്ങളുണ്ട്. അതായത് ഈ നമ്മുടെ പൗരോഹിത്യം സ്വീകരിക്കുന്നതിന്റെ ഇത് കൊടുക്കുന്നതിനകത്ത്, അതിന്റെ സമ്മതം കൊടുക്കുന്നതിൻ്റെ അകത്ത് എനിക്ക് മറ്റു പിള്ളേരുടെ നിർബന്ധം ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ആ സമയത്ത് എൻ്റെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്നോ അങ്ങനെയൊക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയിരുന്നു എന്ന് പ്രഖ്യാപിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ കല്യാണം കഴിച്ച് കത്തോലിക്ക സഭയിൽ തന്നെ തുടരാനുള്ള അനുവാദം കിട്ടും. കാരണം ആ സ്വീകരിച്ച പൗരോഹിത്യം വാലിഡ് അല്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ വാലിഡാന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ വിവാഹം ചെയ്യാനായിട്ട് സാധിക്കും. പരിശുദ്ധ കുർബാനയില് ഗീതങ്ങള് പരിശുദ്ധ കുർബാനയിലെ പാട്ടുകള് നമ്മള് മറ്റു സ്ഥലങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വെറുതെ പാട്ട് പാടാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലല്ലോ. അത് ഈശോയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങള് എടുത്ത് കാണിക്കുന്നതല്ലേ. അത് അതിൻ്റെതായിട്ടുള്ള റെഫറൻസ് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാട്ട് പാടുന്നു, അതെടുത്ത് കുർബാനയിലെ പാട്ട് പാടുന്നു. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുർബാനയിലെ പാട്ട് പാടാതെ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നമ്മൾ ചുമ്മാ അന്താക്ഷരി കളിക്കുമ്പോൾ കുർബാനയിലെ പാട്ടൊക്കെ ചുമ്മാ പാടുക, അങ്ങനൊന്നും പാടാതിരിക്കുന്നതാണ് അതിന്റെ റെഫറൻസിന് നല്ലത്. അത് പാടുന്നത് കൊണ്ട്
തെറ്റൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ ഒരു റെവറൻസ് ഒരിക്കലും കളയരുത്. കുർബാനയുടെ റെവറൻസ് അത് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അച്ഛാ ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, പഴയ നിയമത്തിൽ കാണുമ്പോ ലേവ്യരുടെ വംശത്തിനാണ് പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. എന്നാൽ ഈശോ ജനിച്ചത് യൂദാ വംശത്തിലുമാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ? അങ്ങനത്തെ ഒരു പൊളിച്ചെഴുത്ത് പലപ്പോഴും നടക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ആദ്യ സമയത്തെ നമ്മൾ രീതി അനുസരിച്ച് നോക്കിയാൽ കർത്താവ് തെരഞ്ഞെടുക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ആ ആള് പുരോഹിതനായിരിക്കും, ആ ആള് കർത്താവ് തെരഞ്ഞെടുത്ത ദാസനായിരിക്കും, ആ ആള് പ്രവാചകനുമായിരിക്കും. ഈ 3 ദൗത്യം ഒന്നിച്ചായിരിക്കും ആളുകൾ എന്ന് പറഞ്ഞാല് ഒരു സമൂഹത്തെ നയിക്കുന്നത് ഒരാളാണ്. അതേ ആള് തന്നെയായിരിക്കും ബലിയർപ്പിക്കുന്നത്. ഇപ്പൊ യാക്കോബും ഒക്കെ അങ്ങനെയാണ്. അതേ ആള് തന്നെ ബലിയർപ്പിക്കുന്നു, അതേ ആള് തന്നെ നയിക്കുന്നു, അല്ലെ? അതേ ആള് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്രവചനം നടത്തുന്നത്. പക്ഷെ പിന്നീട് കർത്താവ് അതിനകത്തുനിന്ന് ഒരു മാറ്റം വരുത്തും. അതിനകത്തുനിന്ന് മാറ്റം വരുത്തിയിട്ട് കർത്താവ് ഒരാളെ പ്രവാചകനാക്കും, ഒരാളെ പുരോഹിതനാക്കും, ഒരാളെ രാജാവാക്കും. അങ്ങനെ 3ആയിട്ട് ഇതിനെ മാറ്റും, അല്ലെ? എന്നിട്ട് അതിനുശേഷം കർത്താവ് ഇതുപോലെ ഓരോ ഗോത്രത്തെ ഏൽപ്പിക്കും. ഓരോ ഗോത്രത്തെ, അത് ഈ ഇസ്രായേൽ ജനത്തിന്റെ വളർച്ചയുടെ രീതിയിലാണ് കർത്താവ് ഇങ്ങനെ കൊടുക്കുന്നത്. ഈ മാറ്റം വരുന്നത് നമ്മൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. പ്രധാനമായതിൽ ആദ്യം കർത്താവ് കൊടുക്കുന്ന നിയമത്തിനകത്തെ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ആദ്യം കർത്താവ് കൊടുക്കുന്ന നിയമം എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അയാളെ കൊന്നുകളയുക. അയാള് ഈ സമൂഹത്തിൽ വേണ്ട. കാരണം ഒരു കാട ജീവിതമാണ് ആ സമയത്ത്, ഒരു രൂപീകരണത്തിന്റെ സമയമാണ്. അപ്പൊ അവരെ അങ്ങനെ പേടിപ്പിച്ച് നിർത്തണം, എന്നാലേ പറ്റുള്ളൂ. അപ്പൊ എല്ലാത്തിന്റെയും ശിക്ഷ എന്ന് പറയുന്നത് മരണമായിരുന്നു. ഇപ്പൊ കർത്താവിന്റെ പേടകത്തെ തൊട്ടു, അപ്പോഴേ മരിച്ചു പോകും. അല്ലെങ്കിൽ കർത്താവ് ഒരു മല തെരഞ്ഞെടുത്ത് ആ മലയിലേക്ക് മൃഗങ്ങൾ പോലും കയറി, അപ്പോഴേ മരിച്ചു പോകും. അതായിരുന്നു ആദ്യത്തേത്. പിന്നീട് കർത്താവ് ആ നിയമം മാറ്റിയിട്ട് പറഞ്ഞു, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞാൽ കണ്ണ് എടുത്താൽ കണ്ണേ എടുക്കാവുള്ളൂ, വേറൊന്നും ചെയ്യാൻ പാടില്ല. പല്ലടിച്ചു പൊട്ടിച്ചാൽ പല്ലേ അടിച്ചു പൊട്ടിക്കാവുള്ളൂ. അങ്ങനെയാക്കി നിയമം. പിന്നീട് കർത്താവ് അത് മാറ്റിയിട്ട് പറഞ്ഞു, ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ മനസ്തപിച്ച് ബലിപീഠത്തിങ്കൽ വന്നു കഴിഞ്ഞാൽ അവനോട് പിന്നെ പ്രതികാരം ചെയ്യാൻ പാടില്ല, അവനോട് ക്ഷമിക്കണം എന്ന് പറയും. അത് കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ആ നിയമം നേരെ തിരിച്ചെഴുതിയിട്ട് അത് പൂർണ്ണമാക്കുന്നത് എങ്ങനെയാണ്? നിന്റെ വലത് കർണം തെളിച്ചാൽ ഇടത് കർണോടെ കാണിച്ചു കൊടുക്കണം, ശത്രുവിനെ പോലും സ്നേഹിക്കണം. ഇതാണ് കർത്താവ് കൊടുക്കുന്ന നിയമം. എന്നാൽ ഈ ഒരു രീതിയുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് പൗരോഹിത്യവും കർത്താവ് ഇങ്ങനെ കൊണ്ടുവന്നാക്കുന്നത്. അപ്പോ ആദ്യം ഒരാൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. വീണ്ടും കർത്താവ് ആ ദൗത്യം 3ആക്കി കൊടുത്തു. അതിനുശേഷം കർത്താവ് ഓരോന്നിനും ഓരോ ഗണത്തെ നിയമിച്ചു. അതിനുശേഷം കർത്താവ് പുരോഹിതനും ബലിയർപ്പനും വലിയ വസ്തുവും ഒക്കെ ആയിത്തീർന്നിട്ട് കർത്താവ് ഒരു ജനത്തെ രൂപീകരിച്ച് അതിന്റെ നേതാക്കന്മാരായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തു. അവർക്ക് പ്രത്യേകം ദൗത്യം കൊടുത്ത് ഇതാണ് ഇനി മുതലുള്ള പൗരോഹിത്യം എന്ന് പറഞ്ഞ് സ്ഥാപിച്ചു. അപ്പൊ അതിന് കർത്താവ് ഒരു ഗോത്രത്തെയോ ഒന്നുമല്ല തെരഞ്ഞെടുത്തത്. ഓരോന്നിനും ആവശ്യമായിട്ടുള്ളവരെ കർത്താവ് സ്നേഹിക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ് ആ ഒരു ഫോർമാറ്റിലാണ് കർത്താവ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിന്റെ ഇത് വെക്കുന്നത്. അതിന്റെ ഒരു നിയമം വെക്കുന്ന ഇതാണ്, താൻ സ്നേഹിക്കുന്നവരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമാണ്. അതിന് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നും കർത്താവ് വെച്ചില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പൗരോഹിത്യത്തിൽ ഇങ്ങനെയാണ്, ഒരു വർഗമോ അല്ലെങ്കിൽ ഒരു ഇതോ ഒന്നും ആകാതെ കർത്താവ് വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ അച്ഛാ, താങ്ക് യു. അതുപോലെ തന്നെ ഈ അഹറോന്റെ ക്രമപ്രകാരം, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അഹറോന്റെ ക്രമപ്രകാരം എന്ന് പറയുന്നത് ഈ ഒരു പാരമ്പര്യ ക്രമമാണ്. ഒരു അപ്പൻ, ആ അപ്പന്റെ മക്കള് പുരോഹിതർ, അതാണ് അഹറോന്റെ ഇതെന്നത്. മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്ന് പറയുന്നത് മെൽക്കിസദേക്ക് എവിടുന്ന് വന്നു എങ്ങോട്ട് പോയെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അവൻ പുരോഹിതനായിരുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ അത് ഈ ഗോത്രം അല്ലെങ്കിൽ ഈ ക്രമം അതെല്ലാം വിട്ടിട്ടുള്ള ഇതാണ്. അപ്പൊ ഈശോയെ കുറിച്ച് പറയുന്നത് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നാണ്. അത് ഈ വർഗത്തിന്റെ ഒരു രീതിയിലല്ല. ഈശോയോടുകൂടി അത് വിട്ടിട്ട് കർത്താവ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തെരഞ്ഞെടുക്കുന്ന ആൾക്കാരെ കർത്താവ് പുരോഹിതരാക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, താങ്ക് യു. ആദ്യം പോലെ കയറാൻ പറ്റിയില്ല, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ലിറ്റർജിയുടെ പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ എറണാകുളത്തെയൊക്കെ. ആ സമയങ്ങളില് വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതർ, ഇങ്ങനെ മാറി നിന്ന പുരോഹിതര് അവരർപ്പിക്കുന്ന ബലി വാലിഡ് ആയിരുന്നോ? അത് കൂടുന്ന വിശ്വാസികൾക്ക് അത് ശരിക്കും ബലിയർപ്പണമായിരുന്നോ? അതൊന്ന് പറഞ്ഞേ. അതായത് സഭ
രണ്ട് വാക്കുകൾ ഉപയോഗിക്കും. ഒന്ന് ഇൻവാലിഡ് എന്ന് പ്രഖ്യാപിക്കും, ഇല്ലീഗൽ എന്ന് പ്രഖ്യാപിക്കും. മനസ്സിലായോ? അപ്പോ ഈ അവിടെ അന്ന് അർപ്പിച്ച പരിശുദ്ധ കുർബാന ഇല്ലീഗൽ ആണെന്ന് പ്രഖ്യാപിച്ചു. ഇല്ലീഗൽ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരമുള്ളതല്ല, ചട്ടപ്രകാരമുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ചു. മനസ്സിലായോ? അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ അതിന്റെ വാലിഡിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആരുടെ ഒരാളുടെ മൈക്കൊന്ന് ഓഫാക്കാവോ? ജാൻസി, ജോളിയമ്മ, മൈക്ക് ഒന്ന് ഓഫാക്കാവോ? ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്ന വിട്ടുപോയല്ലോ, ആരെങ്കിലും ഒന്ന് പറയാവോ? വിശുദ്ധ കുർബാന നമ്മുടെ പിന്നെ ഓക്കെ, അതായത് അതിന്റെ ഒരു കുർബാന അർപ്പണത്തിന്റെ അല്ലെങ്കിൽ ഒരു കൂദാശയുടെ വാലിഡിറ്റി അല്ല, ഈ ആളുകൾക്ക് കിട്ടുന്ന അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യം ഇതാണ്. ഒരു പുരോഹിതന്റെ യോഗ്യതയോ അയോഗ്യതയോ കഴിവുകേടുകളോ ഒന്നും ഒരു കൂദാശയുടെ വാലിഡിറ്റിയെ ബാധിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി എന്നല്ല, ആ കൂദാശയുടെ ഫലത്തെ ബാധിക്കുകയില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരാള് പുരോഹിതനായി എന്ന് പറയുന്നത് അയാളുടെ സമ്മതപ്രകാരം ഒന്നും അല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ അയാൾ അത് തെളിയിക്കുകയാണ്, ഞാൻ എന്റെ സമ്മതപ്രകാരം അല്ല. അപ്പൊ സഭ പ്രഖ്യാപിക്കുകയാണ് അയാളുടെ പൗരോഹിത്യം ഇതല്ലായിരുന്നു എന്ന് പറയുകയാണ്, അല്ലെ? യോഗ്യതയോടെ ഉള്ളതല്ലായിരുന്നു, വാലിഡ് അല്ലായിരുന്നു എന്ന് പറയുകയാണ്. വാലിഡ് അല്ലായിരുന്നു എന്ന് പറഞ്ഞാലും അന്ന് വരെ അയാൾ അർപ്പിച്ച പരിശുദ്ധ കുർബാനയിൽ അത് സ്വീകരിച്ച അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്തത് ഒരു വലിയ തെറ്റാണ്, ഒരു വലിയ പാപമാണ്. പക്ഷെ അത് സ്വീകരിച്ച ആളുകൾക്ക് കർത്താവിന്റെ പൗരോഹിത്യത്തിൽ നിന്ന് അതെടുത്ത് വിളമ്പി കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ ഇത് സമ്മതക്കുറവോ അവരുടെ പ്രശ്നങ്ങളോ അല്ല ആ കൂദാശയുടെ വാലിഡിറ്റിയെ ബാധിച്ചത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് കർത്താവ് അവിടെ അവർക്ക് വേണ്ടി ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ആ പുരോഹിതൻ ചെയ്ത പ്രവൃത്തി വലിയ പാപമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മനസ്സിലായി? അത് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അന്ന് അവര് ചെയ്തത്, സഭ അത് പ്രഖ്യാപിച്ചു, അത് ഇല്ലീഗൽ ആണെന്ന് പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ ആ പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സഭ പ്രഖ്യാപിച്ചു. പക്ഷേ അവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു അത് ഇല്ലീഗൽ ആണെന്ന്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ആ പരിശുദ്ധ കുർബാനയുടെ യോഗ്യത ഒരുപക്ഷെ തിരിച്ചടിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യമായിട്ട് കുർബാന സ്വീകരിച്ചത് യൂദാസാണ്, അല്ലെ? പക്ഷെ യൂദാസിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് പിശാചാണെന്നാണ് അവിടെ പറഞ്ഞത്, അല്ലെ? അപ്പൊ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട്, സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അതിനെ നിരാകരിക്കുന്നതാണ് വലിയ പാപം എന്ന് കർത്താവചനത്തിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അകത്ത് എന്താണ് എന്നുള്ളത് കർത്താവാണ് തീരുമാനിക്കുന്നത്, അല്ലെ? അപ്പൊ അത് സഭയ്ക്ക് അധികാരം കൊടുത്തതാണ്. സഭ അത് പറഞ്ഞു, അത് ഇല്ലീഗലാണ്, അതല്ല അർപ്പിക്കുന്ന കുർബാന, ആ കുർബാനയിലല്ല പങ്കുചേരേണ്ടതെന്ന് സഭ പറഞ്ഞു. ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുവെങ്കിൽ തമ്പുരാൻ അത് എങ്ങനെയാണ് കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യത്തിൽ ഒത്തിരി വേദനകളായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടാ ഇവിടുന്ന് അങ്ങോട്ടാക്കുന്നൊക്കെയുള്ള വിവാഹത്തിന്റെ കാര്യത്തിൽ കുറെ പേര് വേദനിച്ചു. ഞങ്ങൾക്ക് കുർബാന ശരിക്കും അർപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വേദനിച്ചു. അതുകൊണ്ടാണ് അച്ഛാ, ഇത്തരം സന്ദർഭങ്ങളിലെ ഈ പുരോഹിതര് ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രായശ്ചിത്തം, അതായത് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ പാപം പോകുകയല്ലേ? അതായത് അപ്പോ പൗരോഹിത്യം അവിടെ നിലനിൽക്കുകയല്ലേ? പൗരോഹിത്യം നിലനിൽക്കുമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും പൗരോഹിത്യത്തെ ഒരിക്കൽ സ്വീകരിച്ച പൗരോഹിത്യത്തെ വിലക്കാൻ മെത്രാനച്ചന് പോലും പറ്റുകയില്ല, അല്ലെങ്കിൽ മാർപ്പാപ്പായ്ക്ക് പോലും പറ്റുകയില്ല. അവർക്ക് തിരിച്ചു വരവ് തീർച്ചയായിട്ടും സാധ്യമാകുമല്ലോ, അല്ലേ? തീർച്ചയായിട്ടും. ഒത്തിരി സമയമായി, തൽക്കാലം നിർത്താം. എന്തോ വിവാഹം കഴിച്ചാലും ആ തിരുപ്പട്ടത്തിന്റെ അനോയിന്റിങ് നിലനിൽക്കും. അനോയിന്റിങ് നിലനിൽക്കുക, യോഗ്യതയോടെ സ്വീകരിച്ച, വാലിഡായിട്ട് സ്വീകരിച്ച ഒരു പൗരോഹിത്യമാണെങ്കിൽ അത് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പബ്ലിക്കായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ അകത്ത് ഒത്തിരി വിലക്കുകളുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയും. സ്വീകരിച്ചത് കൊണ്ട് പറ്റത്തില്ല.
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നേഹിതാവായ ദൈവമേ, ഞങ്ങളുടെ നീ പഠിപ്പിച്ച കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വകാര്യങ്ങളും പ്രാവർത്തികമാക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് നൽകുന്ന പൗരോഹിത്യ അധികാരത്തിൽ വിശ്വസിക്കുവാനും ആ പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഞങ്ങളിലേക്ക് സ്വീകരിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. വിശ്വാസം നൽകി അനുഗ്രഹിക്കണമേ. നീ ഞങ്ങൾക്ക് നൽകുന്ന പുരോഹിതരെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുള്ള തമ്പുരാനെ അനേകം ദൈവവിളികൾ നൽകി അനുഗ്രഹിക്കണമേ. നീ നൽകുന്ന ദൈവവിളിക്ക് മറ്റൊരു കാര്യവും കാരണവുമില്ലല്ലോ. നീ നൽകുന്ന ദൈവവിളിക്ക് ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. നീ സ്നേഹിക്കുന്നവരെ അടുത്തേക്ക് വിളിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് നീ ഒരു വലിയ കൽപ്പന തന്നിട്ടുണ്ട്. വിളവധികം വേലക്കാരോ ചുരുക്കം, അതുകൊണ്ട് ഇപ്പോഴതിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നത് ഞങ്ങളുടെ കടപ്പാടാണ്. ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം നല്ല വൈദികരെ ഞങ്ങളുടെ ഇടയിലേക്ക് അയക്കണമേ. പരിശുദ്ധ മാതാവേ, സകല വിശുദ്ധരെയും അലാഹമാരെ, ഞങ്ങളുടെ പേരിന്റെ കാരണക്കാരായ പുണ്യവാന്മാരെ പുണ്യവതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കേട്ടോ. ശരി. യൂക്കരിസ്റ്റിയ മീഡിയ മിഷനിലേക്ക് സ്വാഗതം. വിശ്വാസത്തിന്റെ പ്രകാശം പങ്കുവയ്ക്കുന്നു. ഞങ്ങളുടെ എതറിയൽ ഫിദസ് പരമ്പര പരിശോധിക്കുക. ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ മിഷനിൽ പങ്കാളികളാകൂ.